എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ യോനുവിനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹാങ്ങിൻ്റെ വീടിൻ്റെ പുറത്തായിട്ട് നിൽക്കുമായിരുന്നു. എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ യോനു ആണെങ്കിൽ ഇപ്പോൾ ഹാങ്ങിനെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നില്ലേ. പെട്ടെന്ന് തന്നെ അവന് ബോധം വന്നിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിയെങ്ങോ പുറത്തോട്ട് വരും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാങ്ങിനും എന്തോ സംഭവം ഒന്നും മനസ്സിലാവത്തില്ല. അവളാണെങ്കിൽ വിചാരിക്കും ഒരുപക്ഷെ അവനാണെങ്കിൽ എന്തെങ്കിലും അർജൻറ്റ് കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയതായിരിക്കുമെന്ന്. എന്നാൽ നമ്മുടെ യോനു എന്തിനാ പുറത്തോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനകത്ത് നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ കൺട്രോൾ പോകുമെന്ന് അവന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ നേരെ അവൻ്റെ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഷോപ്പ് ഉണ്ടല്ലോ അവിടെയായിട്ട് വരും. ഇവിടെ കാണുന്നതും ഇവൻ്റെ ചേട്ടൻ ചോദിക്കും, അല്ല നീ ഇവിടെ എന്തെടുക്കുക, നീ നിൻ്റെ വൈഫിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യല്ലേ വേണ്ടത്. ഉടനെ തന്നെ നമ്മുടെ യുനു പറയും, ഞാൻ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പുറത്തോട്ട് വന്നത്. നിങ്ങൾക്ക് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഇവനും അവൻ്റെ ചേട്ടനും കൂടി ചേർന്നിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാനായിട്ട് തുടങ്ങും. അവിടെയാണെങ്കിൽ നമ്മുടെ യുനുവിൻ്റെ ചേട്ടൻ ചോദിക്കും, അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ എന്തുവാ പ്രശ്നമെന്ന്. അപ്പോൾ നമ്മുടെ യുനു പറയും, അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, എനിക്കിപ്പോൾ അവിടെ നിൽക്കാൻ വയ്യ, അത്ര തന്നെ എന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മളെ ഹാങ് ആണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അവൾക്കപ്പോൾ മനസ്സിലാവും, അതായത് ഇവളെ പേടിച്ചിട്ട് തന്നെയാണ് അവൻ ഇവിടെ നിന്ന് ഓടിപ്പോയത് എന്ന്. അവൾക്കാണെങ്കിൽ എന്തോ വേണമെന്ന് കൂടി മനസ്സിലാവത്തില്ല. അവളാണെങ്കിൽ നമ്മുടെ യോനുവിനെ വിളിക്കാനായിട്ട് ഒരുങ്ങും. എന്നാൽ പെട്ടെന്ന് തന്നെ അവൾ കോളങ്ങ് കട്ട് ചെയ്യും. അവൾക്ക് എന്തോ പോലെ തോന്നും. എങ്കിലും അവൾക്കൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളെ ഹാങ് എന്ത് ചെയ്യുമെന്നറിയാവോ, യോനുവിനാണ് മെസ്സേജ് അയക്കും, നീ എവിടെ പോയേക്കുക, എന്തെങ്കിലും അർജൻറ്റ് കാര്യമാണോ എന്ന്. സത്യം പറഞ്ഞാൽ ഇത് നമ്മളുടെ യൂനു എടുത്തു വെച്ച് നോക്കും. അവരാണെങ്കിൽ ഇപ്പോൾ എന്ത് റിപ്ലൈ കൊടുക്കണമെന്ന് കൂടി അറിയത്തില്ല. അവനിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കും, നീയാണെങ്കിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ്ങിന് കാര്യം മനസ്സിലാവും. അതായത് ഇവൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു, അവളുടെ കൂടെ അവന് ടൈം സ്പെൻഡ് ചെയ്യാൻ വയ്യ എന്ന്. നമ്മളുടെ ഹാങ് ആണെങ്കിൽ ഇത് കേൾക്കുന്നേ ദേഷ്യം വന്നിട്ട് ഫോണും മാറ്റി വെച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് നോക്കും. എങ്കിൽ അവൾക്ക് ഉറക്കമൊന്നും വരത്തില്ല. നമ്മുടെ ഹാങ് ആണെങ്കിൽ എന്ത് വേണമെന്നറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നതും ചുറ്റിനുമുള്ള എല്ലാ മൃഗങ്ങളും കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കാൻ തുടങ്ങും. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹാങ്ങിനാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അവൾ വേഗം തന്നെ ജനലിൽ പറഞ്ഞിട്ട് എന്തുവാടാ അവിടെ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിക്കുന്നതും ഉടനെ തന്നെ അവൾക്ക് ചുറ്റുമുള്ള എല്ലാ അംഗം മിണ്ടാണ്ടിരിക്കും. അതായത് ഇപ്പം മനുഷ്യനായിരുന്നാലും ശരി, മൃഗമായിരുന്നാലും ശരി, നമ്മുടെ ഹാങ്ങിനെ കണ്ടാൽ പേടിക്കുക തന്നെ വേണം. അവൾക്കാണെങ്കിൽ ഇപ്പം എന്താ വേണമെന്ന് കൂടി അറിയത്തില്ല. പിന്നീട് കാണിക്കുന്ന നമ്മുടെ യൂനു ആണെങ്കിൽ അവൻ്റെ ചേട്ടൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നതാണ്. കറക്റ്റ് ആ സമയത്ത് തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ ഇവനെ തേടി അവിടെ ആയിട്ട് വരും. അവിടെയാണെങ്കിൽ അവൻ്റെ ചേട്ടൻ ചോദിക്കും, അല്ല നിനക്ക് എന്തുവാ പ്രശ്നം, നീ എന്താ നിൻ്റെ വീട്ടിലോട്ട് പോവാതെ. അപ്പോൾ നമ്മുടെ യൂനു പറയും, ഇപ്പം ഞാൻ അങ്ങോട്ട് ചെന്നാലേ ഹാങ് അവിടെ കണ്ണും തുറന്നിരിക്കുമായിരിക്കും, അവൾ ഉറങ്ങട്ടെ, അതിനുശേഷം ഞാൻ ആ വീട്ടിലോട്ട് പൊക്കോളാം എന്ന്. ഞാനിവിടെ കുടിച്ച് ഫിറ്റായി ഇരുന്നോളാം. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ്ങിനങ്ങ് ഭയങ്കര ദേഷ്യം വരും. അവൾക്ക് എന്തോ കാര്യമൊന്നും മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ വേഗം തന്നെ അവിടെ നിന്നങ്ങ് പോവും. നമ്മുടെ യൂനു ആണെങ്കിൽ അവൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറയും, എനിക്കാണെങ്കിൽ ഇപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി അറിയത്തില്ല, ഞാൻ ഇവിടെ ഇരുന്ന് കുടിക്കുന്നത് തന്നെ ഞാൻ ഫിറ്റാവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഫിറ്റായി കഴിഞ്ഞാൽ ചേട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കണം കേട്ടോ, അപ്പോൾ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോളാം എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്ന അവൻ്റെ ചേട്ടനും കാര്യം മനസ്സിലാവത്തില്ല. അയാളാണെങ്കിൽ നമ്മുടെ യൂനുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവൻ പറയും, ഞാൻ നിനക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറിപ്പോവും. അവിടെ നമ്മുടെ യൂനു ആണെങ്കിൽ ഭയങ്കര വിഷമത്തിലായിരുന്നു. എന്തുവാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ ഹാങ്ങിനെ ഇഷ്ടപ്പെടണ്ട, അവളുടെ അടുത്ത് ഇഷ്ടം നടിച്ചാൽ മതി എന്നൊക്കെയല്ലേ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനു എന്താണോ വിചാരിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഹാങ്ങിനെ യൂനുവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമുക്കൊരു ഫ്ലാഷ് ബാക്കാണ്. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനു ആണെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് അവൻ്റെ വീട്ടിലായിട്ട് വരുമ്പോൾ എന്തുവാ അവിടെയായിട്ട് ഇവരുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു റൂം റെഡി ആക്കിയിട്ടില്ലായിരുന്നു. അതിനകത്തുള്ള സാധനങ്ങളെല്ലാം വേറൊരു സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ആക്കുവാണ്. നമ്മുടെ യൂനു വന്നിട്ട് ചോദിക്കും, നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ എവിടോട്ടാണ് എടുത്ത് മാറ്റുന്നത്, ആര് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന്. അപ്പോൾ അവിടെ നിൽക്കുന്ന വർക്കേഴ്സ് പറയും, അതായത് ഹാങ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നേ എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിന് ഭയങ്കര ദേഷ്യം വരും. അവനാണെങ്കിൽ ഓടി വന്ന് നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അപ്പോഴും അവളാണെങ്കിൽ ഒരു ബിസിനസ് കാര്യമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ യൂനു വന്നിട്ട് ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ ഇപ്പം നമ്മളുടെ കുഞ്ഞിൻ്റെ റൂം ഒഴിയാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ അടുത്ത് ഡ്യൂട്ടി കൊടുത്തേക്കുന്നേ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹാങ് ആണെങ്കിൽ യൂനുവിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല ഇപ്പം ആ റൂം ഇരുന്നിട്ടും വേറെ പ്രയോജനമൊന്നും ഇല്ലല്ലോ, അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ റൂമിനെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞത് എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നത് നമ്മുടെ യൂനുവിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൻ അവിടെ നിന്ന് അങ്ങ് പോവും. എന്നിട്ട് അവനാണെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരടുത്ത് പറയും, അവൻ്റെ സാധനങ്ങളെല്ലാം ഹാങ്ങിൻ്റെ റൂമിൽ
റൂമിൽ നിന്ന് ഈ റൂമിലോട്ട് എക്സ്ചേഞ്ച് ആക്കണം എന്ന്. സത്യത്തിൽ നമ്മളുടെ ഹാങ്ങിന് നല്ല സങ്കടമുണ്ട്. ഈ കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ ആ റൂമിൽ നിന്ന് ഇങ്ങനെ ചേഞ്ച് ആക്കുന്ന കണ്ടിട്ട് അവളും ഭയങ്കരമായിട്ടിരുന്ന് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനു ആണെങ്കിൽ ഇപ്പോൾ അവൻ്റെ സാധനങ്ങളെല്ലാം ഈ കുഞ്ഞിൻ്റെ റൂമിലോട്ട് മാറ്റാൻ പറഞ്ഞില്ലേ, ആ റൂമിലായിട്ട് കയറി കിടക്കുന്നതാണ്. അവിടെ മുകളിലായിട്ടാണെങ്കിൽ ഒരു കുഞ്ഞു സ്റ്റാറും ഉണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ യൂനു ആണെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാങ്ങിന് നല്ല സങ്കടമുണ്ട്. അവളാണെങ്കിൽ അവളുടെ റൂമിലായിട്ട് വന്നിട്ട് ഇവരെ ആദ്യമേ സ്കാൻ ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോ ഉണ്ടല്ലോ, അതൊന്നും നോക്കിയിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. ഈ ഒരു സിറ്റുവേഷൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും, അതായത് ഇവരുടെ രണ്ടുപേരുടെയും കുഞ്ഞ് എന്തോ ഒരു കാരണവശാൽ നഷ്ടപ്പെട്ടു പോയി എന്ന്. ഇവിടെ എന്താണ് കാര്യം, എങ്ങനെയാണ് അത് സംഭവിച്ചതെന്നൊന്നും നമുക്ക് റിവീലാക്കത്തില്ല. നമ്മളുടെ ഹാങ്ങിന് നല്ല സങ്കടമുണ്ട്. ഉടനെ തന്നെ അവൾ കണ്ണു അടച്ചിട്ട് പറയും, നിനക്ക് കരയാനുള്ള ഒരർഹതയും ഇല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പ്രസന്റ് ടൈമാണ്. അവിടെ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അവളാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങുക പോലും ചെയ്യാണ്ട് രാത്രി മൊത്തം കണ്ണും തുറന്നിരിക്കുക. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ നമ്മളുടെ യൂനു ഉണ്ടല്ലോ, അവനാണെങ്കിൽ ആ വീട്ടിലോട്ട് വരുവാണ്. അതും അവന് ബോധമൊക്കെ തെളിഞ്ഞിട്ടാണ് വരുന്നത്. വന്ന് നോക്കുമ്പോൾ എന്തോ ആ കഥവ് തുറക്കുമ്പോൾ നമ്മുടെ ഹാങ് അവിടെ റെഡി ആയിട്ടിരിക്കുക. ഇത് കാണുന്ന നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, പതിവില്ലാതെ നീ എന്താ രാവിലെ എഴുന്നേറ്റിട്ടിരിക്കുന്നേ എന്ന്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് അവൻ്റെ അടുത്ത് തിരിച്ച് മറുപടി പറയും, അതിന് ഞാൻ ഉറങ്ങിയെന്ന് നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞത്? ഒരുപാടങ്ങ് എന്നോട് കെയറിങ് കാണിക്കുന്ന പോലെ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബാ നമുക്ക് പോവാന്നും പറഞ്ഞിട്ട് ഹാങ് അവിടെ നിന്നങ്ങ് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനുവും അതേപോലെ തന്നെ ഹാങ്ങും കൂടി റെഡി ആയിട്ട് പുറത്ത് വന്ന് നിൽക്കുന്നതാണ്. അവിടെയാണെങ്കിൽ അവർ രണ്ടുപേരോട് ചേർന്നിട്ട് ഇവരുടെ ഈ പേരൻസിൻ്റെ അടുത്തൊക്കെ യാത്ര ചോദിക്കും. ഇവർ രണ്ടുപേരും ഇപ്പോൾ സിയോളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. കറക്റ്റ് ആ സമയത്ത് തന്നെ നമ്മളുടെ യൂനുവിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടില്ലേ, അയാളുടെ അമ്മ അവിടേക്ക് വരും. ഇയാളുടെ അമ്മയാണെങ്കിൽ നമ്മളുടെ യൂനുവിനെ കണ്ടിട്ട് പറയും, മോനെ നീ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം, നിനക്ക് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ, എന്തൊക്കെ പ്രശ്നം വന്നാലും ഡിവോഴ്സ് ഒന്നിനും പരിഹാരമല്ലാന്നും പറഞ്ഞിട്ട് ഈ അമ്മയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ ഇവർക്കാണെങ്കിൽ തലയ്ക്ക് സുഖമില്ലാത്തതല്ലേ, ഇവരെന്നാ ഇപ്പം നല്ല കറക്റ്റായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഇത് കേൾക്കുന്നത് നമ്മുടെ യൂനുവിൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര ഷോക്കാകും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാങ്ങിനൊന്നും മനസ്സിലാവത്തില്ല. അവൾ വിചാരിക്കും ഇവരിത് എന്തിനെ പറ്റിയാ ഈ പറയുന്നേ എന്ന്. അവളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഉടനെ തന്നെ നമ്മുടെ യൂനുവിൻ്റെ അച്ഛനാണെങ്കിൽ ഈ അമ്മയുടെ ഇടയിലായിട്ട് കയറി വന്നിട്ട് അയാളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും, നീ നിൻ്റെ അമ്മേനെ വിളിച്ചുകൊണ്ട് പോയെന്ന്. ഇത് കേൾക്കുന്നതും ഈ അമ്മയുണ്ടല്ലോ നമ്മുടെ യൂനുവിൻ്റെ അച്ഛനെ കണ്ടിട്ട് അവരുടെ ഹസ്ബൻഡ് ആണെന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവിടെ പറയും, ഈ അമ്മാമ്മയ്ക്ക് തലയ്ക്ക് സുഖമില്ലാത്തതാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ് വിചാരിക്കും, ഓക്കെ അങ്ങനെയാണല്ലേ, ഇവക്കിവിടെ എന്താ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ഉടനെ തന്നെ നമ്മുടെ യൂനുവിൻ്റെ അമ്മ വന്നിട്ട് ഹാങ്ങിൻ്റെ അടുത്ത് പറയും, മോളെ നീ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട, ആ അമ്മയ്ക്ക് അത്ര വയ്യാത്തതാണ്, അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹാങ്ങിനെ കാറിലായിട്ട് കയറ്റി വിടും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനുവിനാണെങ്കിലേ ഹാങ്ങിനെ നോക്കാൻ നല്ല പേടിയുണ്ടായിരുന്നു. അവളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് കൂടി അവൻ അറിയത്തില്ല. അവനെങ്ങനെ അവളുടെ മുഖത്ത് പോലും നോക്കാണ്ട് താഴെ നോക്കിയാണ് വണ്ടിയിലോട്ട് കയറുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനുവിനെ അതേപോലെ തന്നെ ഹാങ്ങിനെ എല്ലാവരോട് ചേർന്ന് യാത്ര അയക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ യൂനുവിൻ്റെ അച്ഛനും ചേച്ചിയും ചേട്ടനും കൂടി ഇരുന്നിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. അവൻ്റെ ചേച്ചിയാണെങ്കിൽ അവിടെ പറയും, എന്നാലും കറക്റ്റ് സമയത്ത് തന്നെ ഈ അമ്മ വന്നിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ യൂനുവിൻ്റെ അച്ഛൻ പറയും, എന്തായിരുന്നാലും ഹാങ്ങിന് ഡൗട്ട് തോന്നി കാണത്തില്ല, അവർക്ക് വയ്യ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഉടനെ തന്നെ നമ്മളുടെ യൂനുവിൻ്റെ ചേച്ചിയാണെങ്കിൽ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നിങ്ങൾ എന്തോത്തിനാ ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ യൂനുവിൻ്റെ പഴയ ക്രഷിനെ പറ്റിയൊക്കെ പറയാനായിട്ട് പോയത്? എത്രയൊക്കെ പറഞ്ഞാലും അതൊക്കെ അവൾക്ക് കേൾക്കുമ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുമോ? ഉടനെ തന്നെ നമ്മുടെ യൂനുവിൻ്റെ ചേട്ടൻ പറയും, എനിക്ക് തോന്നുന്നില്ല അവൾക്ക് അതിലൊന്നും എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന്. അവർക്കിടയിൽ ഞാൻ വലിയ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇന്നലെയാണെങ്കിൽ യൂനു എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അവൻ ഇന്നലെ അവൻ്റെ റൂമിലോട്ട് പോയതേ ഇല്ല. അവനാണെങ്കിൽ എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നു. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചിയാന്നേ അവിടെ പറയാൻ തുടങ്ങും, എന്നാലും നിങ്ങൾ കൊള്ളാം, നിങ്ങൾക്ക് അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടുകൂടായിരുന്നോ? ഇവർ രണ്ടുപേർക്കും ഇടയിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതങ്ങ് ക്ലിയർ ആവത്തില്ലായിരുന്നോ എന്നൊക്കെ പറയും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചി പറയും, എന്തൊക്കെ പറഞ്ഞാലും ഇവർ രണ്ടുപേരും പണ്ട് എന്ത് സ്നേഹത്തിലായിരുന്നു, ആ സ്നേഹമൊക്കെ ഇപ്പോൾ എവിടെ പോയോ എന്തോ എന്നും പറഞ്ഞിട്ട് നമുക്കൊരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അതായത് 4 വർഷം മുന്നേ നടന്നൊരു സംഭവം. അവിടെയാണെങ്കിൽ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചി ഉണ്ടല്ലോ ഹാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുവാണ്. അതും നമ്മുടെ ഹാങ് ആണെങ്കിൽ ഭയങ്കര പാവപ്പെട്ട വീട്ടിലാണെന്നല്ലേ പറഞ്ഞു വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ യൂനുവിൻ്റെ ചേച്ചിയാണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് കുറച്ച് പണവും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇവളുടെ മുമ്പിലായിട്ട് ആ പണം എടുത്തിട്ടിട്ട് പറയും, നീ മര്യാദയ്ക്ക് എൻ്റെ ചെറുക്കനെ വെറുതെ വിട്ടാണോ? അവൻ്റെ പുറകെ എത്ര പെമ്പിള്ളേർ നടക്കുന്നുണ്ടായിരുന്നെന്നറിയാവോ? എന്നിട്ട് അവൻ ഈ ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെ മാത്രമേ കിട്ടിയോളൂ. നിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടാലേ അറിയാം എൻ്റെ അമ്മാമ്മയ്ക്ക് ഇടുന്ന പോലത്തെ ഡ്രസ്സാണ് നീ ഇടുന്നത് എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ
നമ്മുടെ ഹാങ്ങിന് നല്ല ദേഷ്യം വരും. അവൾ പറയും ഇത് വിൻറ്റേജ് കളക്ഷനാ എന്ന്. എങ്കിലും ആരിത് കേൾക്കാനാ? അവിടെയാണെങ്കിൽ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചി ഇവളെ ഒത്തിരി പറയും. അതായത് നിനക്കാണെങ്കിൽ ഒരു അർഹതയില്ല ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന് കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പണമൊക്കെ ഉള്ള വീടാണ്, അച്ഛന് ഒരുപാട് സ്ഥലമുണ്ട്, അച്ഛനാണെങ്കിൽ ആ ഗ്രാമത്തിലെ ചീഫാണ് എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ കേട്ടോണ്ടിരിക്കുന്നതും കറക്റ്റായിട്ട് അവിടെ നമ്മുടെ യൂനു വരും. യൂനു വന്നിട്ട് അവൻ്റെ ചേച്ചിനെ വഴക്ക് പറയും. അവൻ ചോദിക്കും നിങ്ങൾ എന്തോത്തിന് ഇവിടെ വന്ന് ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ആക്കുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ടത്തെ ഡ്രാമയിൽ മാത്രമേ നടക്കത്തുള്ളൂ, ഇപ്പോഴീ പണം കൊടുത്താലൊന്നും ആരും വീഴാൻ പോകുന്നില്ല എന്ന്. ഉടനെ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഇവൻ്റെ ചേച്ചിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും നിങ്ങളുടെ ചേച്ചി കുറച്ച് തോനെയും പണം തന്നിരുന്നേലും പറയായിരുന്നു, ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചിക്ക് നല്ല ദേഷ്യം വരും. അവിടെയാണെങ്കിൽ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചി പറയും എൻ്റെ യൂനുവിനാണെങ്കിൽ നിന്നെ പോലെ ഇങ്ങനെ തലതെറിച്ച പെണ്ണിനെയൊന്നും അല്ല ഇഷ്ടം, അവനാണെങ്കിൽ പണ്ട് തൊട്ടേ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടികളെയാ ഇഷ്ടമെന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ്ങിനൊന്നും മനസ്സിലാകത്തില്ല. അവൾ ചോദിക്കും നിങ്ങളിപ്പോൾ പറഞ്ഞതിൻ്റെ മീനിങ് എന്തുവാ? ഉടനെ നമ്മളുടെ യൂനു ആണെങ്കിൽ അവളെ നോക്കിയിട്ട് പറയും അതെ അത് സത്യമാണ്, എനിക്കാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടികളോടാണ് കുറച്ചധികം ഇഷ്ടം. എത്രയൊക്കെ പറഞ്ഞാലും ഞാനിപ്പോൾ നിന്നെയാണ് ഇഷ്ടപ്പെടുന്നത്, എനിക്ക് നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും എന്നൊക്കെ നമ്മുടെ യൂനു ഇങ്ങനെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ്ങിന് ഭയങ്കര സന്തോഷമാവും. അവളെ വിളിച്ചിട്ട് നമ്മുടെ യൂനു അവിടെ നിന്ന് പോവും. യഥാർത്ഥത്തിൽ നമ്മുടെ യൂനു അവിടെ നിന്ന് പോകുന്നതും ഹാങ് ആണെങ്കിലേ ആ മേശപ്പുറത്ത് കിടന്നിരുന്ന പണമില്ലേ അതിൻ്റെ പാക്കറ്റും അങ്ങ് എടുക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചിക്ക് ഒരിക്കലും ഡൗട്ട് അടിക്കരുതല്ലോ ഇവള് ഭയങ്കര പണക്കാരിയാണ് എന്ന്. ഇവള് പാവപ്പെട്ട വീട്ടിലെ പോലെ അഭിനയിച്ചുകൊണ്ട് ആ പണം എടുത്തുകൊണ്ട് അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പ്രസന്റ് ടൈമാ. അവിടെയാണെങ്കിൽ നമ്മുടെ ഹാങ്ങും അതേപോലെ തന്നെ യൂനുവും കൂടി കാറിൽ യാത്ര ചെയ്ത് പോവുമല്ലേ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കത്തില്ല. പോകുന്ന വഴി വെച്ചിട്ട് തന്നെ നല്ലതുപോലെ മഴയും പെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ ഹാങ് ആണെങ്കിൽ അങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതും അവൾ ഇറങ്ങി നടക്കാനായിട്ട് പോകും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് കുടയും പിടിച്ചുകൊണ്ട് വന്ന് ഇവളുടെ പുറകെ നടക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ തിരിഞ്ഞു നിന്നിട്ട് നമ്മുടെ യൂനുവിൻ്റെ അടുത്ത് പറയും അതെ ഇന്നലെ രാത്രി മൊത്തം ഞാൻ ഉറങ്ങാതിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ നിന്നെ ആലോചിച്ചിട്ടൊന്നും അല്ല ഉറങ്ങാതിരുന്നത്, പകരം എനിക്കാണെങ്കിൽ പുതിയ സ്ഥലത്ത് വന്ന് നടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം വരത്തേയില്ല. പോരാത്തതിന് അവിടെയുള്ള പട്ടികളും ഭയങ്കര കുറച്ചിലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉറങ്ങാതെ കണ്ണും തുറന്നിരുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനു ആണെങ്കിൽ പറയും അതെ എനിക്ക് നല്ലതുപോലെ അറിയാം, എനിക്ക് കാര്യം മനസ്സിലായി, നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമല്ലായിരുന്നു എന്ന്. നീ സത്യം പറഞ്ഞാൽ അങ്ങനെ ആർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറില്ലല്ലോ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ്ങിന് ഭയങ്കര ദേഷ്യം വരും. അവൾ ഒട്ടും വിചാരിച്ചില്ലായിരുന്നു നമ്മുടെ യൂനു ഇങ്ങനൊരു മറുപടി അവൾക്ക് കൊടുക്കുമെന്ന്. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ അവിടെ നിന്ന് സ്പീഡിന് നടന്നു പോകാനായിട്ട് ഒരുങ്ങും. അപ്പോഴവളൊരു കാര്യം ശ്രദ്ധിക്കും, അതായത് നമ്മുടെ യൂനു ആണെങ്കിൽ ഇവളുടോടുള്ള ആ ഒരു കെയറിങ് കാരണം ഇവളുടെ പുറകെ കുടയും പിടിച്ചുകൊണ്ട് നടക്കുവാണ്. എന്നാൽ ഇവൻ്റെ ദേഹം നന്നായിട്ട് നനയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നമ്മളുടെ ഹാങ് ശ്രദ്ധിക്കും. എന്നാൽ അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കാനൊന്നും പോകത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇതിനെപ്പറ്റി വല്ലതും പറഞ്ഞാൽ അവൻ വിചാരിക്കത്തില്ലേ ഇവക്കും അവനെപ്പറ്റി ഭയങ്കര കെയറിങ് ആയെന്ന്. വേഗം തന്നെ നമ്മളുടെ യൂനു ആണെങ്കിൽ ഇവൻ മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടി അങ്ങ് പോകും. എന്നാൽ നമ്മുടെ യൂനു ഇവളുടെ പുറകെ കുടയും പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. തൊട്ട് പുറവിനെ തന്നെ അവളുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ യൂൻസ് അങ്ങ് വന്ന് നിൽക്കും. അതും അവൻ്റെ കയ്യിൽ ഒരു കുടയുണ്ട്. നമ്മളുടെ ഹാങ് ഇവൻ്റെ മുമ്പിലായിട്ട് വന്നങ്ങ് പെടും. അപ്പോൾ നമ്മുടെ യൂൻസ് അങ്ങ് പറയും ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യുമായിരുന്നു, നമുക്ക് അകത്തോട്ട് പോവാം എന്ന്. അങ്ങനെ ഇവനാണ് നമ്മുടെ ഹാങ്ങിനെയും കൊണ്ട് അകത്തോട്ട് കയറി പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ യൂനുവിനങ്ങ് ഒരുമാതിരിയാവും. അവന് നല്ല ജലസും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വെപ്രാളപ്പെട്ട് നമ്മുടെ ഹാങ് അകത്തോട്ട് കയറി പോകാനുള്ള റീസൺ യൂൻസങ് ആണോ എന്ന് ആലോചിച്ചിട്ട് അവനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ യൂനുവിനെയും അതേപോലെ തന്നെ ഹാങ്ങിനെയും കാണിച്ചുകൊണ്ടാണ്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തില്ലല്ലോ. കറക്റ്റ് ആ സമയത്ത് തന്നെ അവിടെയായിട്ട് നമ്മുടെ യൂൻസങ്ങും വരും. അവനാണെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാണുന്നേ നമ്മുടെ ഹാങ്ങിനെയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറി അങ്ങ് പോകും. സത്യം പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ യൂനുവിന് നല്ല ജലസ് അടിക്കും. അവൻ വിചാരിക്കും എന്നാലും ഈ ഹാങ് ആണെങ്കിൽ ഇത്ര വെപ്രാളം പിടിച്ച് ആ വീടിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് നോക്കിയത് ഒരുപക്ഷെ ഈ യൂൻസങ്ങിനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന്. അങ്ങനെ ഇവനാണെങ്കിൽ അകത്തോട്ട് കയറി വരുമ്പോൾ എന്തോ അവിടെയായിട്ട് നമ്മളുടെ യൂൻസങ്ങും അതേപോലെ തന്നെ ഹാങ്ങും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ യൂനുവിനെ കാണുന്ന വേഗം തന്നെ ഹാങ് ആണെങ്കിൽ പറയും ഞാൻ അകത്ത് പോയിന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അകത്തോട്ടങ്ങ് കയറിപ്പോവും. നമ്മുടെ യൂനുവിനാണെങ്കിൽ ഈ യൂൻസിങ്ങിനെ കാണുന്ന അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ലല്ലോ. യൂനു വന്നിട്ട് യൂൻസിങ്ങിൻ്റെ അടുത്ത് ചോദിക്കും അല്ല നീ ഇവിടെ എന്തെടുക്കുക, നീ എന്തിനാ എപ്പോഴും ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നേ എന്ന്. ഉടനെ തന്നെ യൂൻസങ്ങ് പറയും ഞാനിവിടേക്ക് വന്നതേ എന്നെ ഈ ഹാങ്ങിൻ്റെ അമ്മ ഇൻവൈറ്റ് ചെയ്തിട്ടാണ്. ഞാനാണെങ്കിൽ പുറത്തൊരു ഹോട്ടലിലല്ലേ സ്റ്റേ ചെയ്യുന്നത്, അതുകൊണ്ട് ഹാങ്ങിൻ്റെ അമ്മ
അമ്മ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് കാര്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ഇത്രയും ദൂരെ നിന്ന് ട്രാവൽ ചെയ്ത് വരേണ്ട യാതൊരു ആവശ്യവും ഇല്ല, എനിക്ക് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാം എന്ന്. എന്തുപറ്റി, നിനക്കതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മുടെ യൂൻസങ് ആണെങ്കിൽ യൂനുവിൻ്റെ അടുത്ത് ചോദിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനു അവരുടെ അടുത്ത് തിരിച്ചു ചോദിക്കും, അല്ല എനിക്കിപ്പോൾ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോവോ ഇപ്പോൾ? ഇത് കേൾക്കുന്നേയും യൂൻസങ് ആ സെക്കൻഡ് തന്നെ മറുപടി പറയും, ഒരിക്കലും ഇല്ല, നീ പറയുമ്പോൾ ഞാനെന്തോത്തിനെ ഇറങ്ങി പോകുന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂനുവിനെ ക്രോസ് കട്ട് ചെയ്യുന്ന രീതിയിൽ ഇവനങ്ങ് സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിന് മനസ്സിലാവും ഇവൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹാങ്ങിനെയാണ്. അവളാണെങ്കിൽ വാഷ്റൂമിൽ പോയിട്ട് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആവാൻ നോക്കുമ്പോൾ എന്തോ അവളുടെ കയ്യിലായിട്ട് ആരോ ഒരാൾ വരച്ചു വെച്ചേക്കുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് വിചാരിക്കും, എന്നാൽ ഇതെന്തുവാ സംഭവം, ഞാനാണെങ്കിൽ രാവിലെ ഫ്രഷ് ആവുന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം കണ്ടില്ലല്ലോ, എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ്ങിൻ്റെ ലൈഫ് സ്പാൻ്റെ ആ ഒരു രേഖയിലെ അതിനെ നീട്ടി വരച്ചേക്കുവാണ്. അവളാണെങ്കിൽ അതിനെ മായ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഹാങ് താഴോട്ട് ഇറങ്ങി വരുന്നയാ. അവളാണെങ്കിൽ വന്ന ഉടനെ യൂൻസിങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നീ യൂനുവിനെ കണ്ടായിരുന്നോ എന്ന്. ഇത് കേൾക്കുന്ന യൂൻസങ് ആണെങ്കിൽ തിരിച്ച് നമ്മുടെ ഹാങ്ങിനോട് പറയും, ഞാനാണെങ്കിൽ അവൻ അകത്തോട്ട് പോകുന്ന കണ്ടായിരുന്നു. എന്താ നിങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്തില്ലേ? നിങ്ങൾ രണ്ടുപേരും എന്താ ഒരു റൂമിലല്ലേ താമസിക്കുന്നത്? ആ ടൈമിൽ നമുക്കാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് ഈ യൂൻസങ് ആണെങ്കിൽ നമ്മുടെ ആ ഗ്രേസില്ലേ അവരുടെ അടുത്ത് നിന്ന് ഒരു വിധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ യൂനുവും അതേപോലെ തന്നെ ഹാങ്ങും ഇല്ലേ, ഇവർ രണ്ടുപേരും ഒരുമിച്ചല്ല സെപ്പറേറ്റ് റൂമിലാണ് താമസിക്കുന്നത് എന്നൊക്കെ. കൂട്ടത്തിൽ തന്നെ ആ ഗ്രേസ് ആണെങ്കിൽ പറയും, ഇവർക്ക് രണ്ടുപേർക്കിടയിൽ നല്ല എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആയാൽ മാത്രമേ ഇവരുടെ രണ്ടുപേരെയും ജീവിതം ഇനി ഒരുമിച്ച് പോകത്തുള്ളൂ. പോരാത്തതിന് ഈ യോനു എന്ന് പറയുന്ന വലിയൊരു വക്കീലല്ലേ, അവൻ പറയുന്നതാണ് ഈ ഫാമിലിയിലുള്ള എല്ലാവരും കേൾക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഈ യൂനുവിനെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവത്തുള്ളൂ എന്നും കൂടി നമ്മുടെ ഈ ഗ്രേസ് പറയും. സത്യം പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ യൂൻസിങ്ങിൻ്റെ മൈൻഡിലുണ്ട്. അവനാണെങ്കിൽ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അവൻ ചോദിക്കും, എന്തു പറ്റി, നീ നിൻ്റെ ഹസ്ബൻഡ് തമ്മിൽ നല്ല ടേംസിലല്ലേ, നിങ്ങളുടെ ലവ് ലൈഫ് അത്ര നല്ലതല്ല എന്ന് എനിക്ക് നിൻ്റെ മുഖം കണ്ടിട്ട് മനസ്സിലാവുന്നേ, നീ ഭയങ്കര വിഷമിച്ചാ ഇരിക്കുന്നതെന്നൊക്കെ നമ്മുടെ യൂൻസങ് പറയും. കൂട്ടത്തിൽ തന്നെ അവൻ കുറച്ച് കാര്യങ്ങൾ കയ്യിൽ നിന്നിട്ടും പറയും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ യൂനുവിൻ്റെ അടുത്ത് ഇവിടെ നിൽക്കുന്നതിനെ പറ്റി സംസാരിച്ചു. അത് കേട്ടിട്ട് അവൻ വലിയ റിയാക്ഷൻ ഒന്നും തന്നില്ല. ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതുമായിട്ട് അവന് യാതൊരു കൺസേണും ഇല്ലാത്തതുപോലെ അവൻ സംസാരിച്ചത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ്ങിനങ്ങ് ഒരുമാതിരിയാവും. അവളാണെങ്കിൽ വിചാരിക്കും, ഓഹോ അപ്പോൾ അവന് അത്രയ്ക്ക് ഇത്രയുള്ളല്ലേ, അവന് എൻ്റെ കാര്യത്തിൽ യാതൊരു ജലസും ഇല്ലെന്നാ തോന്നുന്നേ എന്നും പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് വിഷമിക്കും. എന്നാൽ നമ്മുടെ യൂനു ആണെങ്കിൽ അവിടെ ഒരു സമാധാനമില്ലാതെ അവൻ്റെ ഓഫീസിൽ നിന്നിട്ട് വട്ടം കറങ്ങുമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോൾ അറിയത്തില്ലല്ലോ ഈ യൂൻസങ് എന്തിനാണ് ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നതെന്ന്. അവനാണെങ്കിൽ ഇരുന്ന് ആലോചിക്കും, എങ്കിൽ ഈ ഹാങ് എന്തോത്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്, അവക്കാണെങ്കിൽ അവനുമായിട്ട് പുറത്തെവിടെയെങ്കിലും വെച്ച് സംസാരിച്ചാൽ പോരെ, എൻ്റെ മനസ്സമാധാനം കളയാനായിട്ട് രണ്ടെണ്ണവും കൂടി ഇവിടെ വന്നിരിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ അവൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഹാങ്ങിൻ്റെ അമ്മയും അനിയനോട് ചേർന്നിട്ട് യൂൻസങ്ങിനെ ഇവരുടെ മെയിൻ ഹാളിലായിട്ട് കൊണ്ടുവരുന്നത്. സത്യം പറഞ്ഞാൽ ഈ വീട്ടിലുള്ള ഓരോ മെമ്പേഴ്സിനും ഫാമിലിക്കൊക്കെ സെപ്പറേറ്റ് വീടുണ്ട്, എങ്കിലും ഈ വീടിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഓരോ വഴികളും ഉണ്ട്. അതായത് ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് വീട്ടിൽ വേണമെങ്കിലും കയറി ചെല്ലാം. എല്ലാവരുടെയും വീട്ടിൽ ലിഫ്റ്റും ഒക്കെ ഉണ്ട്. ഇവരങ്ങനെ ഒരു വഴി കൂടി നമ്മുടെ ഈ മെയിൻ ഹാളിലായിട്ട് എത്തും. അവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ യൂൻസിങ്ങിൻ്റെ അടുത്ത് പറയും, ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിക്കുന്നത്, എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. ഇവരുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹാങ്ങും ഉണ്ട്. അവളിതെല്ലാം കേട്ടോണ്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മ പറയും, നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് വൈകുന്നേരം ഡിന്നർ കഴിക്കാം എന്ന്. ഉടനെ തന്നെ ഹാങ് ആണെങ്കിൽ അവിടെ പറയും, ഇല്ല എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്, ഞാൻ കഴിക്കുന്നില്ല, നിങ്ങളെല്ലാവരും കഴിച്ചോ എന്ന്. ഉടനെ തന്നെ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും, അല്ല നിനക്ക് എന്താ ഇപ്പോൾ ഞങ്ങളോട് ഫുഡ് കഴിക്കാൻ പറ്റാതെ? നീ ആണെങ്കിൽ ആ യൂനുവിൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ അമ്മയുടെ കൂടെ എന്ത് ചിരിച്ച് കളിച്ചാൽ ഫുഡൊക്കെ കഴിച്ചത്, നീ നല്ല വയറ് നിറച്ച് ഫുഡ് കഴിച്ച് കാണുമല്ലോ, അതെല്ലാം ഞാൻ കണ്ടായിരുന്നു. എന്നിട്ട് നിനക്ക് ഞങ്ങളുടെ കൂടെ ഫുഡ് കഴിക്കാൻ വയ്യല്ലേ? എന്തായിരുന്നാലും ഞാൻ നമ്മളുടെ ടെക്നിക്കൽ ടീമിനെ വെച്ചിട്ട് ആ വീഡിയോ എല്ലാം ഇൻ്റർനെറ്റിൽ നിന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ് ആണെങ്കിൽ അവളുടെ അമ്മയെടുത്ത് ചോദിക്കും, അല്ല അമ്മ എന്തോത്തിന് അതിനൊക്കെ റിമൂവ് ആക്കിയത്, അതിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഉടനെ തന്നെ ഹാങ്ങിൻ്റെ അമ്മ പറയും, എന്തോ നീയാണെങ്കിൽ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ചിരിച്ച് ഞാൻ കാണുന്നത്, എനിക്കത് കണ്ടപ്പോൾ ഒരുമാതിരി തോന്നി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻ്റർനെറ്റിൽ നിന്ന്
ആ വീഡിയോ എല്ലാം റിമൂവ് ആക്കിയത് എന്ന്. അപ്പോൾ നമ്മുടെ ഹാങ് പറയും, ഓ അങ്ങനെയായിരുന്നോ, എന്തായിരുന്നാലും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നങ്ങ് കഴിച്ചാൽ മതി, എനിക്ക് കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല, ഞാനിതിൽ ജോയിൻ ചെയ്യുന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഹാങ് വേഗം തന്നെ അവിടെ നിന്ന് ദേഷിച്ചങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ചിയോളാണെങ്കിൽ യുൻസങ്ങിനെ കാണുന്നതും അവൻ്റെ പുറകെ ഭയങ്കരമായിട്ട് അവനെ സോപ്പിട്ടുകൊണ്ട് സംസാരിക്കുന്നതാണ്. നമ്മുടെ ഈ ചിയോളാണെങ്കിൽ അവൻ്റെ മൈൻഡിലുള്ള കുറേ ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇതൊക്കെ കേൾക്കുന്നേ യുൻസങ്ങിന് മനസ്സിലാവും, അതായത് ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഇവൻ വെറും ഡമ്മി പീസാ എന്ന്. എങ്കിലും നമ്മുടെ യുൻസങ് ആണെങ്കിൽ എല്ലാം കേട്ടോണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ അടുത്ത ദിവസം അവളുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് ചെക്കൊക്കെ ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇവളാണെങ്കിൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ജർമ്മനി പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവളുടെ ചെക്കപ്പൊക്കെ നടത്തും. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ പറയും, നിങ്ങളിപ്പോൾ ജർമ്മനി പോകാനിരിക്കുമല്ലേ, എനിക്ക് നന്നായിട്ട് അറിയാം, അവിടെയാണെങ്കിൽ ഒരുപാട് രോഗികളെ നേരെയൊക്കെ ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലയിലല്ലേ ട്യൂമർ വന്നേക്കുന്നത്, അത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. പോരാത്തതിന് നിങ്ങളുടെ ശരീരത്തിൽ WBCയുടെ കൗണ്ടും കുറവാണ്. അത് കൂട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ് ആണെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആവും. എങ്കിലും അവൾ അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും റെഡി ആയിരുന്നില്ല. അവൾ പറയും, നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ജർമ്മനിയിൽ പോയി എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കുമെന്ന്. അങ്ങനെ അവൾ ഡോക്ടറെ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി ഇങ്ങനെ നടന്നു വരുന്നതും അവിടെയായിട്ട് ഒരാളിനെ കാണും. അത് വേറെ ആരുമല്ല, അവളുടെ ഓഫീസിലായിട്ട് മുമ്പ് ഒരാൾ ജ്യൂസൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വന്നില്ലേ, അതായത് അയാളുടെ കുഞ്ഞ് വെന്റിലേറ്ററിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇയാളെ കാണുന്നേ നമ്മുടെ ഹാങ്ങിനാണെങ്കിൽ ഭയങ്കര ദയ തോന്നും. അവളാണെങ്കിൽ ഇയാളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ കുഞ്ഞിനിപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും എൻ്റെ കമ്പനിയിലോട്ട് ജ്യൂസുമായിട്ട് വന്നാൽ മതി എന്ന്. ഇത് കേൾക്കുന്നേയും ആ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചിയോളുണ്ടല്ലോ, അവനാണെങ്കിൽ വലിയൊരു ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള പ്രോജക്റ്റ് അവൻ്റെ അപ്പൂപ്പൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും അതേപോലെ തന്നെ നമ്മുടെ യൂനുവിൻ്റെ അടുത്തും കൂടെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇവൻ്റെ ഈ പ്രോജക്റ്റ് എന്ന് പറയുന്ന നല്ല ഹ്യൂജ് എമൗണ്ടിൻ്റെ ഒന്നാണ് കേട്ടോ. ഇവനാണെങ്കിൽ പറയും, ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ യുൻസങ് വില്ലിങ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേയും ആ ഗ്രാൻഡ് ഫാദറിനും അതേപോലെ തന്നെ ഇവൻ്റെ അച്ഛനും ഒക്കെ നല്ല ഡൗട്ടുണ്ട്, ഇവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനു ആണെങ്കിൽ അവിടെ ഇരുന്നിട്ട് പറയും, നീ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ ഇൻക്ലൂഡഡ് ആണ്. അവരുടെ കയ്യിൽ നിന്ന് ഒരിക്കൽ കൂടി പെർമിഷൻ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവരൊരു പക്ഷേ അവസാനം കാല് മാറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും സംഭവിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ചെയർമാനായിട്ടുള്ള അപ്പൂപ്പനുണ്ടല്ലോ, അയാൾക്ക് തോന്നും നമ്മുടെ യൂനു പറയുന്നതൊക്കെ കറക്റ്റാണ് എന്ന്. അപ്പോൾ അപ്പൂപ്പൻ പറയും, നീ എന്തായിരുന്നാലും എന്ത് തീരുമാനം എടുത്താലും ഒന്നുകൂടി ആലോചിച്ച് ഒന്നുകൂടി ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനം എടുത്താൽ മതി എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചിയോളിന് ഭയങ്കര ദേഷ്യം വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കഷ്ടപ്പെട്ടാണല്ലോ നമ്മുടെ യുൻസങ്ങിൻ്റെ കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനൊരു പ്രോജക്റ്റിന് വേണ്ടി സമ്മതിപ്പിച്ചത് തന്നെ. അവനാണെങ്കിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു നമ്മുടെ യൂനുവിൻ്റെ അടുത്ത്. ചിയോളാണെങ്കിൽ വന്നിട്ട് നമ്മുടെ യൂനുവിനെ എങ്ങനെയെങ്കിലും സോപ്പിടാൻ വേണ്ടിയിട്ട് നോക്കും. അവനിങ്ങനെ സംസാരിക്കാനായിട്ട് വരുന്നേ നമ്മുടെ യൂനുവിനാണെങ്കിൽ കറക്റ്റായിട്ട് ഒരു കോള് വരും. ഇത് വേറെ ആരുമല്ല, നമ്മുടെ ആ റിസോർട്ടിലെ ആ നോക്കി നടത്തുന്ന ആളില്ലേ, അയാളാണ് നമ്മുടെ യൂനുവിനെ ഇപ്പോൾ വിളിച്ചേക്കുന്നത്. അയാളാണെങ്കിൽ അവിടെ പറയും, അതായത് നമ്മളുടെ ഈ ഹാങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരാൾ അവിടുത്തെ ആ ഒരു ബാരിയർ തകർത്തില്ലായിരുന്നോ, അതിൻ്റെ ഒരു തെളിവ് ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ അയാൾ പറയും, അതായത് ഈ സ്ഥലത്തൂടി പാസ് ചെയ്തു പോയ ഒരു കാറുണ്ടായിരുന്നു, ആ കാറ് ഇത്തിരി ദൂരെയായിട്ട് പാർക്ക് ചെയ്തേക്കുമായിരുന്നു, അതിൻ്റെ ഡാഷ് ക്യാമിൻ്റെ SD കാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ SD കാർഡിനകത്തുള്ള ഫൂട്ടേജ് എല്ലാം ഡിലീറ്റ് ആക്കിയേക്കുവാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനു പറയും, അതൊന്നും സാരമില്ല, എനിക്കതൊന്ന് പാഴ്സൽ ചെയ്ത് തരേ, അപ്പോൾ പിന്നെ ഞാനത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹാങ്ങിൻ്റെ വീട്ടിലായിട്ട് നമ്മുടെ ആ ചെയർമാൻ്റെ ഗേൾ ഫ്രണ്ട് ഇല്ലേ, അവരാണെങ്കിൽ കുറച്ച് ആൾക്കാരുമായിട്ട് കിച്ചണിൽ നിന്നിട്ട് ഓരോരോ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതാണ്. അതായത് നാളെ ചെയർമാൻ എന്ത് കൊടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. ആ സമയത്ത് കറക്റ്റായിട്ട് നമ്മളുടെ ഹാങ്ങിൻ്റെ ആൻറ്റി എവിടേക്ക് വരും. ഇവർക്കാണെങ്കിൽ ഈ ഗേൾ ഫ്രണ്ടിനെ കണ്ണെടുത്താൽ കണ്ടുകൂടല്ലോ. ഉടനെ തന്നെ നമ്മുടെ ആൻറ്റി ആണെങ്കിൽ എടുത്ത് പറയും, നിങ്ങൾ എന്തായിരുന്നാലും എൻ്റെ അച്ഛൻ്റെ ഫുഡ് കൊടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എനിക്ക് നിങ്ങളെ അത്ര വിശ്വാസമൊന്നുമില്ല. അച്ഛൻ എന്ത് ഫുഡ് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങളത് കഴിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഫുഡ് കൊടുക്കാവൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിനി അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിനകത്ത് വല്ല വിഷവും കലർത്തുമെന്ന് ആർക്കറിയാം. ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നേയും നമ്മുടെ ഈ ഗേൾ ഫ്രണ്ടിന് നല്ല ദേഷ്യം വരും. അവരുടനെ തന്നെ ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ എല്ലാവരും പുറത്തോട്ട് ഇറങ്ങാൻ പറയും. നമ്മുടെ ഈ ആൻറ്റിക്കും എന്തോ സംഭവമൊന്നും മനസ്സിലാവത്തില്ല. ഈ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കൈ കിട്ടിയൊരു സാധനം എടുത്തിട്ട്
എടുത്തിട്ട് അവിടെയുള്ള CCTV അടിച്ചങ്ങ് തകർക്കും. എന്നിട്ട് നമ്മുടെ ആൻറ്റിയുടെ കൈ പിടിച്ച് വളച്ചിട്ട് ചോദിക്കും, നിനക്ക് എന്തോത്തിൻ്റെ സൂക്കേടാ, നീ എന്തോത്തിനെ എപ്പോഴും എൻ്റെ മണ്ടയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് വരുന്നേ? ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, വെറുതെ ആൾക്കാരുടെ മുന്നിൽ എന്നെ ഇൻസൾട്ട് ആക്കുന്നേ എന്തിനാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ആൻറ്റിക്കാണെങ്കിൽ ഈ ഗേൾ ഫ്രണ്ട് നല്ലതുപോലെ അടി കൊടുക്കും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഈ ഹാങ്ങിൻ്റെ ആൻറ്റി ഇല്ലേ, അവർ നല്ലതുപോലെ പേടിച്ചു പോയായിരുന്നു. അവരൊട്ടും വിചാരിച്ചില്ല ഇവരിങ്ങനെയൊക്കെ നമ്മുടെ ഈ ആൻറ്റിയുടെ അടുത്ത് കാണിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആൻറ്റി നേരെ വന്നിട്ട് ചെയർമാൻ്റെ അടുത്ത് പരാതി പറയുന്നതാണ്. നിങ്ങളുടെ ഈ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, അവരാണെങ്കിൽ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, പാവം പോലെ അഭിനയിക്കുവാണ്. അവർ ഭയങ്കര വില്ലത്തിയാണ്, എൻ്റെ കൈയും കാലും ഒക്കെ തിരിച്ച് എന്നെ നല്ലതുപോലെ എടുത്തിട്ട് അടിച്ചു എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ആൻറ്റി പറയുന്നത് ആ വീട്ടിലുള്ള ആരും വിശ്വസിക്കത്തില്ല. ഈ അപ്പൂപ്പനായിരുന്നാലും ഇത് കേട്ടിട്ട് ഓഹോ അങ്ങനെയായിരുന്നോ എന്നുള്ളൊരു മട്ടിൽ നോക്കിക്കൊണ്ടിരിക്കും. ഒക്കെ കേൾക്കുന്നേ നമ്മുടെ ആ ചെയർമാൻ്റെ ഗേൾ ഫ്രണ്ട് ഇല്ലേ, അവരവിടെ പറയും, അതെ ഇവള് പറയുന്നതെല്ലാം സത്യമാണ്, അവളെ ഞാൻ അടിച്ചായിരുന്നു എന്ന്. ഉടനെ തന്നെ നമ്മുടെ ഈ ചെയർമാൻ ആണെങ്കിൽ ആ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കും, എന്ത് പറ്റി, ഞാനിപ്പോൾ ഇത് വിശ്വസിക്കണോ, നീ അവളെ വെറുതെ കയറി അടിച്ചു വന്ന്, അതിന് ഞാൻ വീണ്ടും ജനിക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ ചെയർമാൻ സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ്ങിൻ്റെ ആൻറ്റിക്ക് മനസ്സിലാവും. അതായത് ഈ ചെയർമാനാണെങ്കിൽ അയാളുടെ ഗേൾ ഫ്രണ്ട് പറയുന്നത് മാത്രമേ വിശ്വസിക്കത്തുള്ളൂ, വേറെ ആര് പറയുന്നതോ അയാൾ വിശ്വസിക്കത്തേ ഇല്ല. അങ്ങനെ നമ്മുടെ ഈ ആൻറ്റി എന്ത് ചെയ്യുമെന്നറിയാവോ, അവരാണെങ്കിൽ ഈ ഗേൾ ഫ്രണ്ടിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും എല്ലാം എടുത്തിട്ട് ഒരു ഡിറ്റക്റ്റീവിനെ കൊണ്ടുപോയി കാണിക്കും. എന്നിട്ട് പറയും, ഇവരെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അറിയണം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹാങ്ങിനെയാണ്. അവളാണെങ്കിൽ അവളുടെ ഓഫീസിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേഗം തന്നെ നമ്മുടെ യൂൻസങ് അവളെ വിളിച്ചിട്ട് പറയും, ഹെർമൻ ആണെങ്കിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ് അതിന് സമ്മതിക്കും. അങ്ങനെ അവളാണെങ്കിൽ ഹെർമനെ കാണിക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുന്നേ. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹാങ്ങിനുണ്ടല്ലോ വീണ്ടും ഹാലുസിനേഷൻ വരാൻ തുടങ്ങും. അതായത് അവളാണെങ്കിൽ ഒരു മഞ്ഞിൽ കൂടി നടക്കുന്നതായിട്ട് പെട്ടെന്ന് തന്നെ അവൾക്ക് തല ഇറങ്ങുന്നത് പോലെയൊക്കെ തോന്നും. അങ്ങനെ അവൾ അങ്ങോട്ട് നടന്നു വരുന്നതും വേഗം തന്നെ മറിഞ്ഞു വീഴാൻ പോകുന്നേ. ഉടനെ നമ്മളുടെ ഈ യൂൻസം കണ്ടല്ലോ അവളെ വന്നങ്ങ് പിടിക്കും. സത്യം പറഞ്ഞാൽ ഇവൻ ഇത് കണ്ടിട്ട് ഭയങ്കര ഷോക്കായിരുന്നു. അവൻ വന്നിട്ട് നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നീ ഓക്കെ അല്ലേ എന്ന്. അപ്പം നമ്മുടെ ഹാങ് പറയും, അതെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ നടക്കാൻ നോക്കും. എങ്കിലും നമ്മുടെ ഹാങ്ങിന് മര്യാദയ്ക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. ഉടനെ തന്നെ നമ്മളുടെ യൂൻസങ് ആണെങ്കിൽ ഇവളുടെ ഷോൾഡറിലായിട്ട് പിടിച്ചിട്ട് ഇവളെ കൊണ്ട് ലിഫ്റ്റ് കയറാനായിട്ട് വരും. ലിഫ്റ്റ് ഓപ്പൺ ആവുന്നേയും അതിനകത്തായിട്ട് നമ്മുടെ യൂനു ഉണ്ടായിരുന്നു. ഇവനാണെങ്കിൽ നമ്മളുടെ ഹാങ്ങിൻ്റെ ഫേസ് കാണുന്നേ മനസ്സിലാവും. അതായത് ഇവൾ അത്ര ഓക്കെ അല്ല, ഇവൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കുവാണ്, ഇവൾക്ക് എന്തോ ഇഷ്യൂ ഉണ്ട് എന്ന്. അങ്ങനെ അവനാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നീ ഓക്കെ അല്ലേ, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് ആണെങ്കിൽ അവരുടെ അടുത്ത് ദേഷിച്ചിട്ട് പറയും, എനിക്ക് നിൻ്റെ ഹെൽപ്പൊന്നും വേണ്ട, നീ നിൻ്റെ ജോലി നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ വേഗം ആ ലിഫ്റ്റിനകത്തോട്ട് കയറും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനുവിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവിടെ ലിഫ്റ്റ് ക്ലോസ് ആവുന്നത് നമ്മുടെ യൂൻസങ് ആണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടോ എന്ന്. എന്നാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് മാനേജ് ചെയ്യാൻ നോക്കും. സത്യത്തിൽ ഇവർ വേറെ വലിയൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനാണ് ഇരുന്നത്. എന്നാൽ അത് പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ അവിടെ ചെറുതായിട്ടൊരു മീറ്റിംഗ് അങ്ങ് കണ്ടക്ട് ചെയ്യും. അവളവിടെ നല്ലതുപോലെ പെർഫോം ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂൻസങ് ആണെങ്കിൽ ഗ്രേസിൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, നമ്മുടെ ഹാങ്ങിന് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന്. അപ്പോൾ ഗ്രേസ് പറയും, എൻ്റെ അറിവിൽ ഇതുവരെ എന്തായിരുന്നാലും ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ യൂൻസങ് പറയും, എന്തായിരുന്നാലും നീ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം, ഹാങ് എവിടെയാണ് എപ്പോഴും ചെക്കപ്പിന് പോകുന്നത്, ഏത് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞാലും മതി എന്നും പറഞ്ഞിട്ട് നമ്മുടെ യൂൻസങ് ഗ്രേസിന് കുറച്ച് ജോലിയൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹാങ് വന്നിട്ട് ഡോക്ടറിനെ കാണുന്നേ. ഡോക്ടറാണെങ്കിൽ അവളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യും, നിനക്കാണെങ്കിൽ ജർമ്മനി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ WBC കൗണ്ട് കൂട്ടിയാൽ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് പോയിട്ടും യാതൊരു പ്രയോജനവും ഇല്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഹാങ്ങിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ ഇനി ഒരുപാട് സമയമൊന്നും ഇല്ലല്ലോ. ഇവളാണെങ്കിൽ ഡോക്ടർ പറയുന്ന ഒന്നും കേൾക്കാൻ റെഡി ആവത്തില്ല. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ ഹാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വന്നേക്കുമായിരുന്നു. ഡോക്ടറാണെങ്കിൽ അവിടെ നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്ത് പറയും, നിങ്ങളിപ്പോൾ ജർമ്മനി പോകുന്നത് നല്ലൊരു തീരുമാനമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നാലും നിങ്ങളുടെ ബ്ലഡിൽ WBCയുടെ കൗണ്ട് കുറവായതുകൊണ്ട് തന്നെ അവർ ചികിത്സയൊന്നും സ്റ്റാർട്ട് ആക്കത്തില്ല, നിങ്ങൾ കുറച്ച് സമയം കൂടി എടുത്തേ പറ്റത്തുള്ളൂ
എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ്ങിന് ഭയങ്കര ദേഷ്യം വരും. അവൾ പറയും, നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ജർമ്മനി തന്നെ പോവും, അവിടെ പോയി ചികിത്സയും വാങ്ങിക്കൂ എന്നും പറഞ്ഞിട്ട് അവളെ ദേഷിച്ച് അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോവും. നമ്മുടെ ഡോക്ടറും അവളുടെ പുറകെ ഇറങ്ങി നടക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ പറഞ്ഞ് കാര്യം മനസ്സിലാക്കണമല്ലോ. അപ്പം നമ്മളുടെ ഹാങ് ആണെങ്കിൽ ഇവിടെ ഡോക്ടറുടെ അടുത്ത് പബ്ലിക്കായിട്ട് നിന്നിട്ട് പറയും, നിങ്ങൾ എന്ത് ഉദ്ദേശം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓൾറെഡി എൻ്റെ പക്കൽ ഇനി 3 മാസം മാത്രമേ ഉള്ളൂ. അതിനകത്ത് തന്നെ ഞാൻ ലാസ്റ്റാണ് എനിക്ക് ട്യൂമറാണെന്ന് തന്നെ കണ്ടുപിടിച്ചത്. ഇനിയും നിങ്ങൾ എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറയുവാണോ? ഞാൻ ഇനി എന്താ വെയിറ്റ് ചെയ്യേണ്ടത്? എൻ്റെ സമയമല്ല ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമല്ലേ, അതുകൊണ്ട് തന്നെ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മളുടെ ഹാങ് ഇങ്ങനെ ഇരുന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്നതും നമ്മുടെ ഡോക്ടർ എന്ത് പറയണമെന്നറിയത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് ഇങ്ങനെ ചരിഞ്ഞു നോക്കുമ്പോൾ എന്തോ അവിടെയായിട്ട് അവക്കറിയുന്ന ഒരാൾ വന്ന് നിൽപ്പുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹാങ്ങിൻ്റെ ആൻറ്റി തന്നെയാണ്. ഇവരുടെ പേര് ജോയ് എന്നാണ് കേട്ടോ. ഇവരാണെങ്കിൽ ആ ഗേൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചിട്ട് ഇപ്പം കൈക്ക് പരിക്ക് പറ്റി അത് നേരേക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നേക്കുന്നത്. ഇവരാണെങ്കിൽ നമ്മുടെ ഹാങ് ഇപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞ് അതെല്ലാം കേട്ടിട്ടുണ്ട്. അതായത് ഈ ട്യൂമറിനെ പറ്റിയൊക്കെ. നമ്മുടെ ഈ ആൻറ്റി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹാങ്ങും ഈ ആൻറ്റിയും കൂടി വന്നിരുന്ന് സംസാരിക്കുന്നതാണ്. ആൻറ്റി ആണെങ്കിൽ നമ്മളുടെ ഹാങ്ങിൻ്റെ അടുത്ത് എല്ലാം ചോദിച്ചറിയും. അവളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ആൻറ്റി ആണെങ്കിൽ ഇവളെ സമാധാനിപ്പിക്കാൻ നോക്കും. നീ ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട, നമുക്കിതിനെ നേരെയാക്കാം. എൻ്റെ ഒരു സ്കൂളിൽ പഠിച്ച ഫ്രണ്ടുണ്ട്, അവൾക്കും ക്യാൻസർ ആയിരുന്നു. എന്നാൽ അവൾ അതെല്ലാം തരണം ചെയ്ത് ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട്, അവൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയും. കൂട്ടത്തിൽ തന്നെ ഈ ആൻറ്റി ആണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നിൻ്റെ ഈ അസുഖത്തിനെ പറ്റി വേറെ ആർക്കൊക്കെ അറിയാമെന്ന്. അപ്പം നമ്മുടെ ഹാങ് പറയും, യുനുവിന് മാത്രമേ അറിയത്തുള്ളൂ, ഇപ്പോൾ ആൻറ്റിക്കും അറിയാം, ഇക്കാര്യം വേറെ ആരുടെ പറയണ്ട. സത്യം പറഞ്ഞാൽ നമ്മുടെ ആൻറ്റി ആണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവിടെ അഭിനയിക്കുമായിരുന്നു. അവരാണെങ്കിൽ നമ്മളുടെ ഹാങ്ങിന് ഒരുപാട് ധൈര്യമൊക്കെ കൊടുക്കും. നീ ധൈര്യമായിട്ടിരിക്കുക, എത്ര പൈസ ആയിരുന്നാലും സാരമില്ല, നമുക്ക് ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയിട്ടായിരുന്നാലും നിന്നെ ചികിത്സിക്കാം എന്ന്. അപ്പോൾ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഈ ആൻറ്റിയുടെ അടുത്ത് പറയും, അതൊക്കെ ശരി, എന്തായിരുന്നാലും നിങ്ങൾ ഇക്കാര്യം നമ്മുടെ വീട്ടിലുള്ള ആരുടെ പറയാൻ നിൽക്കേണ്ട, അവരെല്ലാവരും എന്നെപ്പറ്റി ആലോചിച്ച് നല്ലതുപോലെ ടെൻഷനാവും. ഞാൻ എന്തായിരുന്നാലും ഉടനെ തന്നെ ജർമ്മനിയിലോട്ട് പോകാനിരിക്കുവാണ് എൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ ആയിട്ട് തിരിച്ചു വരും എന്നൊക്കെ നമ്മുടെ ഹാങ് ഇങ്ങനെ പറയും. ഇതൊക്കെ കേൾക്കുന്ന ആ ആൻറ്റി നമ്മളുടെ ഹാങ്ങിനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. നമ്മുടെ ഹാങ് ആണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് അങ്ങോട്ട് തിരിയുന്നതും വേഗം തന്നെ നമ്മളുടെ ഈ ആൻറ്റി ഉണ്ടല്ലോ, അവർ നമ്മുടെ ഹാങ്ങിനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങും. എന്നിട്ട് പറയും, എനിക്ക് നന്നായിട്ടറിയാം നീ ഈ അസുഖത്തിനെ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞപ്പോൾ നിൻ്റെ മനസ്സിൽ കൂടി എന്തൊക്കെ പോയി കാണുമെന്ന്. നീ ഒട്ടും വിഷമിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, എന്ത് സഹായത്തിനും നീ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ നമ്മുടെ ആൻറ്റി ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ ആൻറ്റി ആണെങ്കിൽ കാറിലായിട്ട് കയറി ഇരുന്നിട്ടേ ഒരാളെ ഫോൺ കോൾ ചെയ്യുന്നതാണ്. ഇവരാരെ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നേരത്തെ നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്ത് ഒരു ഫ്രണ്ടിനെ പറ്റി പറഞ്ഞില്ലേ, ട്യൂമറുള്ള ആ ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി നോക്കുന്നത്. എന്നാൽ അവരുടെ ഫോണാണെങ്കിൽ കണക്റ്റ് ആവത്തില്ല. അങ്ങനെ നമ്മുടെ ഈ ആൻറ്റി ആണെങ്കിൽ ഇവരുടെ കൂടെ തന്നെ പഠിച്ച വേറൊരു പെണ്ണിനെ വിളിക്കും. അപ്പോഴാണ് നമ്മുടെ ആൻറ്റി അറിയുന്നത്, അതായത് ഈ ട്യൂമർ വന്ന ആ ഫ്രണ്ടില്ലേ, അവർ 2-3 വർഷങ്ങൾക്ക് മുന്നേ തന്നെ മരിച്ചുപോയി എന്ന്. ഇതറിയുന്നേ നമ്മളുടെ ആൻറ്റി ഭയങ്കരമായിട്ടും കിടന്ന് കരയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹാങ്ങിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതേ കണക്ക് തന്നെയല്ലേ. അപ്പോൾ അവർക്ക് അതങ്ങോട്ട് സഹിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അവർ വിചാരിക്കും നമ്മുടെ ഹാങ്ങിന് ഒന്നും സംഭവിക്കത്തില്ല, അവൾ ഓക്കെ ആയിട്ട് വരുമോ എന്ന്. അവർക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെയർമാനെയാണ്. അയാളാണെങ്കിൽ അയാളുടെ വീട്ടിലായിട്ട് ഒരുപാട് പുരാതന വസ്തുക്കളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇയാൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പണ്ടത്തെ രാജാവിൻ്റെ വാള്, അങ്ങനെയുള്ള പെയിൻറ്റിങ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ചെയർമാൻ ആണെങ്കിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ യൂൻസങ്ങിനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂൻസങ്ങിൻ്റെ മൈൻഡിൽ ഓരോ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ നമുക്കാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെയർമാൻ ഉണ്ടല്ലോ, അയാൾ നടത്തുന്ന ഒരു ഓർഫനേജ് ഉണ്ട്. ആ ഓർഫനേജിൻ്റെ പേരും ക്യൂൻസ് ഓർഫനേജ് എന്നാ. ഇതേ ഓർഫനേജിൽ തന്നെയാണ് നമ്മളുടെ യൂൻസങ്ങും ജനിച്ച് വളർന്നത്. അവനാണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഇവനാന്നല്ലോ അന്ന് പട്ടീനെ എറിഞ്ഞ് മുറിവേൽപ്പിച്ച് അവൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പെങ്കൊച്ചൻ നിൽക്കുന്നുണ്ട്. അവളെ നമുക്ക് സൂം ചെയ്ത് കാണിക്കും. ഇവിടെ നമ്മളുടെ ചെയർമാൻ ആണെങ്കിൽ എന്തൊക്കെയോ സ്പീച്ചൊക്കെ പറയുവാണ്. ഇവിടെ ഈ 2 പിള്ളേരും നമ്മുടെ ഈ ചെയർമാൻ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പ്രസൻറ്റ് ടൈമാണ്. അവിടെ നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ യൂൻസങ്ങിൻ്റെ അടുത്ത് പറയും, അതായത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. അവിടെയായിട്ട് അയാൾ ഒരു പെയിൻറ്റിങ്ങും കാണിക്കും. ഉടനെ തന്നെ നമ്മുടെ യൂൻസങ് ആണെങ്കിൽ ഈ ചെയർമാൻ്റെ അടുത്ത് പറയും, എൻ്റെ കയ്യിൽ ഇതേപോലത്തെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്, ഞാൻ നിങ്ങൾക്കത് ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇത് കേൾക്കുന്ന ചെയർമാന് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹാങ്ങിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ
പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ജർമ്മനിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇങ്ങനെ നടക്കുമായിരുന്നു. ഇത് കണ്ടുകൊണ്ട് വരുന്ന നമ്മുടെ ആൻറ്റി ആണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, ഞാൻ ജർമ്മനിയിലോട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ ഈ ആൻറ്റി ആണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും, അപ്പോൾ പിന്നെ യുവൻവോ എവിടെ പോയി? നീ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ യുവൻവോന് നിൻ്റെ അസുഖത്തിനെ പറ്റി എല്ലാം അറിയാമെന്ന്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയാൻ തുടങ്ങും, അവൻ കുറച്ച് ബിസിയാണ്, ഞാൻ അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ പൊക്കോളാം എന്ന്. എന്നാൽ നമ്മുടെ ആൻറ്റി ആണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് വിടാൻ റെഡിയേ ആയിരുന്നില്ല. അവർ പറയും, ഒന്നുമില്ലെങ്കിൽ ഞാനെങ്കിലും നിൻ്റെ കൂടെ വരട്ടെ, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? എന്നാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഈ ആൻറ്റി പറയുന്ന ഒന്നും കേൾക്കാൻ റെഡിയായിരുന്നില്ല. അവൾ പറയും, എന്തായിരുന്നാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജർമ്മനിയിലോട്ട് പൊക്കോളാം എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ആൻറ്റിക്ക് നല്ല സങ്കടമുണ്ട്. അവരാണെങ്കിൽ നമ്മുടെ യുവൻവോനെയും കാത്ത് അവൻ വരുന്ന വഴിയിലായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും. യുവൻവോ വരുന്നത് നമ്മുടെ ഈ ആൻറ്റി ആണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഇവരുടെ നല്ലതുപോലെ ദേഷിക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്നാലും ഹാങ്ങിൻ്റെ കൂടെ ജർമ്മനി പോകാഞ്ഞത് വല്ലാത്ത കഷ്ടമായിപ്പോയി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇത് കേൾക്കുന്നേ നമ്മുടെ യുവൻവോ ഭയങ്കര ഷോക്കായിപ്പോൾ. അവൻ ചോദിക്കും, എന്തുവാ നിങ്ങൾ പറഞ്ഞത്, അവൾ ജർമ്മനിക്ക് പോയെന്നോ? അപ്പം നമ്മളുടെ ആൻറ്റി പറയും, എനിക്ക് എല്ലാ സത്യം അറിയാം, അവൾക്ക് സുഖമില്ലാത്തതാണ്, അവൾക്ക് ട്യൂമറാണ് എന്ന്. എത്രയൊക്കെ പറഞ്ഞാലും നീ അവളുടെ ഹസ്ബൻഡ് അല്ലേ, അപ്പം പിന്നെ നീ എങ്കിലും അവളുടെ കൂടെ പോവേണ്ടതല്ലായിരുന്നോ? എനിക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട്, ഞാൻ നിന്നിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് എന്നൊക്കെ നമ്മുടെ ആൻറ്റി ഇങ്ങനെ ഇരുന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യുവനുവിനും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ അവൻ്റെ റൂമിൽ വന്നിട്ടിരുന്ന് ആലോചിക്കും, എന്നാലും ഹാങ് അവൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും പറയാണ്ട് ഇവിടെ നിന്ന് പോയല്ലോ എന്ന്. നമ്മുടെ യുവനു ആണെങ്കിൽ ഹാങ്ങിനെ വിളിക്കും. എന്നാൽ അവൻ വിളിച്ച സമയം ഒരുപാട് വൈകി പോയായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ് ഇപ്പോൾ ഓൾറെഡി ഫ്ലൈറ്റിൽ ഇരിക്കുവാണ്. അവളാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യുവനു അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വന്നിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നതാണ്. അവിടെ നമ്മളുടെ യുവനുവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ പറയും, നീ നല്ലതുപോലെ സന്തോഷിക്കും, നിൻ്റെ വൈഫാണെങ്കിൽ നിന്നെ കൂട്ടാതെ ഇപ്പോൾ ജർമ്മനിയിലോട്ട് പോയേക്കുമല്ലേ, നമുക്കാണെങ്കിൽ ഇനി 5-6 ദിവസം നല്ലതുപോലെ അടിച്ചു പൊളിക്കണം, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അവരുടെ കൂടെ കറങ്ങാനൊക്കെ പോയി ഫുഡൊക്കെ അടിച്ച് നല്ല കിടിലമാക്കണം എന്നൊക്കെ പറയും. എന്നാൽ നമ്മുടെ യുവനു ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ അവൻ ഫോണും ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ യുവനു ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാവോ? ഫോണിനകത്ത് കയറിയിട്ട് ജർമ്മനിയിലെ കണ്ടീഷൻ എങ്ങനെയാണ്, അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, ആ ടെമ്പറേച്ചർ നമ്മുടെ ഹാങ്ങിന് പറ്റുമോ എന്നൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവൻ്റെ കയ്യിരുന്ന മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ട് ചോദിക്കും, അല്ല നീ എവിടെ ഈ ശ്രദ്ധിക്കുന്നത്? ഞാൻ നിൻ്റെ അടുത്ത് എത്ര നേരമായിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ യുവനുവിൻ്റെ ആ ഫ്രണ്ടാണെങ്കിൽ ഫോൺ എടുത്ത് തുറന്നു നോക്കുമ്പോൾ എന്തുവാ, അതിനകത്തായിട്ട് ജർമ്മനിയിലെ ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ യുവനുവിൻ്റെ ഫ്രണ്ട് യുവനുവിനായിട്ട് കളിയാക്കും. എന്നിട്ട് പറയും, ഓഹോ, അപ്പോൾ നീ ഇത്രയും കാലവും അവളുടെ അടുത്ത് ഇങ്ങനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നല്ലേ, നിന്നോട് അഭിനയിക്കാനല്ലേ ഞാൻ പറഞ്ഞത്, യഥാർത്ഥത്തിൽ പ്രേമിക്കാൻ പറഞ്ഞില്ലല്ലോ, നിനക്കിപ്പോൾ അവളുടെ അടുത്ത് കട്ട പ്രേമമാണല്ലേ എന്നൊക്കെ നമ്മുടെ യുവനുവിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഇരുന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യുവനു ആണെങ്കിൽ അതൊന്നും അല്ല, അങ്ങനെയല്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കും. എന്നാൽ അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹാങ്ങിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അവൾ അവിടെ വന്നിട്ട് അവളുടെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ടാക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ നമ്മുടെ യുവനുവിൻ്റെ അടുത്തുണ്ടല്ലോ അവൻ്റെ ഫ്രണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവൻ്റെ വൈഫിൻ്റെ കോള് വരും. അങ്ങനെ നമ്മുടെ യുവനുവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവൻ്റെ വൈഫിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. നമ്മുടെ യുവനു ആണെങ്കിൽ ഇപ്പോൾ ഹാങ്ങിനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഹാങ്ങിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇരുന്ന് പ്ലേ ആക്കി കണ്ടുകൊണ്ടിരിക്കും. അതിനകത്താണെങ്കിൽ അവിടുത്തെ റിപ്പോർട്ടേഴ്സ് നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കുന്നത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം എന്തുവാ എന്ന്. അപ്പം നമ്മുടെ ഹാങ് ആണെങ്കിൽ പറയും, എനിക്ക് എൻ്റെ കമ്പനി തന്നെയാണ് വലുത്, കമ്പനീനെ 1 ട്രില്യൻ്റെ ക്ലബിൽ കയറ്റണം, അത് കഴിഞ്ഞിട്ട് സുഖമായിട്ട് ജീവിക്കണം. ഉടനെ തന്നെ ആ റിപ്പോർട്ടറാണെങ്കിൽ ചോദിക്കും, 1 ട്രില്യൺ എത്തിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ ഡ്രീം എന്തുവാ എന്ന്. അവിടെ നമ്മുടെ ഹാങ് ആണെങ്കിൽ പറയും, അത് എനിക്കാണെങ്കിൽ യുവനുവിൻ്റെ കൂടെ കുറേ സ്ഥലങ്ങൾ കറങ്ങാൻ പോകണം, ഞാനും അവനും കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ എന്ന പേരിൽ മാത്രമാണ് ജർമ്മനിയിൽ കറങ്ങാൻ വേണ്ടിയിട്ട് പോയത്, അതിനുശേഷം ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും നല്ല ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും എല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് നല്ലതുപോലെ കറങ്ങാൻ പോകണമെന്നൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ യുവനു ഭയങ്കര ഇമോഷണലാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് ശേഷവും നമ്മുടെ ഹാങ് ഇങ്ങനെയൊക്കെയുള്ള പ്ലാനിങ് മനസ്സിൽ വിചാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇവർക്കിടയിൽ നല്ലതുപോലെ കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നിട്ട് ഒരുപാട് കാലമായി. 2 പേരും അവരവരുടെ ജോലിയിൽ നല്ല തിരക്കൊക്കെ ആയിരുന്നില്ലേ. ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ റീസൺസ് കൊണ്ടാണ് 2 പേരും ഇപ്പം നല്ലതുപോലെ അകന്നിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ യുവനുവിനാണെങ്കിൽ നല്ല
സങ്കടം ഉണ്ടായിരുന്നു. അവൻ വേഗം തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നമ്മളുടെ ഹാങ്ങിൻ്റെ അടുത്തോട്ട്, അതായത് ജർമ്മനിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും. അവനങ്ങനെ എയർപോർട്ടിലായിട്ട് റെഡിയായി ഓടി വരുന്നത് കാണിക്കും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹാങ്ങിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ചീഫ് ഡോക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അയാളാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ റിപ്പോർട്ടൊക്കെ കണ്ടതിന് ശേഷം പറയും, നിങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെക്കപ്പൊക്കെ നടത്തിയപ്പോൾ മനസ്സിലായത് നിങ്ങളുടെ ശരീരത്തിൽ WBCയുടെ അളവ് ഭയങ്കര കുറവാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ സർജറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. അവളാണെങ്കിൽ ഇത്രയും ദൂരം ഇവിടെ വരെ ട്രാവൽ ചെയ്ത് വന്നത് തന്നെ അവളുടെ അസുഖത്തിനുള്ള മരുന്ന് കണ്ടുപിടിക്കും, അവളുടെ അസുഖം നേരെയാക്കാൻ പറ്റും എന്നൊക്കെയുള്ള വിശ്വാസം വെച്ചിട്ടല്ലേ. നമ്മുടെ ഹാങ് ആണെങ്കിൽ ആ ചീഫ് ഡോക്ടറുടെ അടുത്ത് സംസാരിക്കും. എന്നിട്ട് പറയും, എൻ്റെ കയ്യിൽ ഇനി അധിക സമയമൊന്നും ഇല്ല എന്ന്. എത്രയൊക്കെ പറഞ്ഞാലും അവർക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഡോക്ടറാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്ത് പറയും, ഞങ്ങൾ ഹെൽപ്ലെസ് ആണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് ഭയങ്കര സങ്കടപ്പെട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങ് ഇറങ്ങും. അവൾ അങ്ങനെ എല്ലാവരും ഉള്ള ഒരു എൻട്രൻസിൻ്റെ അടുത്തായിട്ട് വന്നിരിക്കുമ്പോൾ എന്തുവാ അവിടെയാണെങ്കിൽ ഒരുപാട് കപ്പിൾസ് ഉണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുകയൊക്കെയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ്ങിനാണെങ്കിൽ പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മ വരും. അതായത് അവളും യൂനുവും കൂടി ഈ സ്ഥലത്ത് തന്നെയായിരുന്നു ഹണിമൂണിനായിട്ട് വന്നത്. അപ്പോൾ അവൾ അതൊക്കെ ആലോചിച്ചിട്ട് ഇവർ രണ്ടുപേരും ഹണിമൂണിനായിട്ട് വന്നപ്പോൾ ഏത് മ്യൂസിയത്തിലാണോ വന്നത് അവിടെയായിട്ട് വന്ന് നിൽക്കും. അവളാണെങ്കിൽ അവിടെ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ജോഡിയായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ഹാങ് അവിടെ എല്ലാം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കും. അവസാനം നമ്മുടെ ഹാങ്ങിന് നല്ലതുപോലെ കാലും വേദനിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂസ് ആയിരുന്നല്ലോ ഇട്ടിരുന്നേ. അവൾക്കാണെങ്കിൽ നല്ലതുപോലെ കാല് വേദനിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ നമ്മുടെ ഹാങ് ആണെങ്കിൽ അവിടുത്തെ സ്റ്റെപ്പിലായിട്ടിരുന്നിട്ട് ആ ചെരുപ്പ് ഇങ്ങനെ ഊരി കൈ പിടിക്കാനായിട്ട് എടുക്കുന്നേ പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനുവോ ഹാങ്ങിനെ വിളിക്കുന്നത് പോലെ സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മുടെ ഹാങ് വിചാരിക്കും, എന്നാലും എനിക്ക് യൂനുവിൻ്റെ സൗണ്ട് പോലെ തോന്നിയത് എന്തുകൊണ്ടാണ്, അവനാണോ എന്നെ വിളിച്ചത് എന്ന്. അവളങ്ങനെ അവിടെ എല്ലാം ഒന്ന് ചുറ്റി നോക്കും. പെട്ടെന്ന് നോക്കുമ്പോൾ എന്തോ അവളുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ യൂനുവോ ഇങ്ങനെ നടന്നു വരുവാണ്. അവനാണെങ്കിൽ നേരെ വന്ന് നമ്മുടെ ഹാങ്ങിൻ്റെ മുമ്പിലായിട്ട് വന്ന് ഇരുന്നിട്ട് പറയും, ഞാൻ നിന്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കരുത് എന്ന്. അതൊരിക്കലും നിനക്ക് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല, അത് നിനക്ക് കാലുവേദന ഉണ്ടാക്കത്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല കംഫർട്ടബിളായ ചെരുപ്പിടണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ കയ്യിലായിട്ട് അവൻ വാങ്ങിയ ആ ഷൂസിലെ അതെടുത്ത് അങ്ങ് കൊടുക്കും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഹാങ് ഭയങ്കര ഷോക്കായി പോയായിരുന്നു. അവൾ ചോദിക്കും, നീ എങ്ങനെ മനസ്സിലാക്കി ഞാൻ ഇവിടെ ഉണ്ടെന്ന്. അപ്പം നമ്മുടെ യൂനു പറയും, അത് നിൻ്റെ സെക്രട്ടറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അവൾ പറഞ്ഞു നീ തിരിച്ചു വരാനുള്ള ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ എനിക്ക് നല്ലതുപോലെ അറിയാം നീ ഇവിടെ തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹണിമൂണിന് വന്നപ്പോൾ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും ഇത് തന്നെ ആയിരുന്നില്ലേ? ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, അതെ എനിക്കിഷ്ടപ്പെട്ട സ്ഥലം ഇത് തന്നെയാണ്. ഇവിടെയുള്ള ആൾക്കാരെല്ലാം എൻ്റെ അടുത്ത് കള്ളം മാത്രമാണ് പറയുന്നത്. എന്തൊക്കെ കള്ളത്തരമാണ് ഞാൻ കേൾക്കേണ്ടി വന്നത്. നീയും എൻ്റെ അടുത്ത് എന്തെല്ലാം കള്ളം പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ ഹാപ്പി ആക്കി വെക്കുമെന്നൊക്കെ അല്ലേ പറഞ്ഞത്. ഞാൻ ഇതിൻ്റെ പേരിൽ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ട് എന്നറിയാവോ എന്നൊക്കെ നമ്മുടെ ഹാങ് ഇങ്ങനെ പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനു ആണെങ്കിൽ പറയും, നിൻ്റെ സെയിം അവസ്ഥയിൽ കൂടി തന്നെ ഞാനും കടന്നു പോയിട്ടുള്ളത്, എനിക്ക് നല്ല സങ്കടമുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കും. നമ്മുടെ യൂനുവിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ ഹാങ്ങിനെ കെട്ടിപ്പിടിച്ചിട്ട് അവൾക്കൊരു കിസ്സും കൊടുക്കും. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരുവിധം സോൾവ് ആയിട്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമുക്കൊരു ഫ്ലാഷ് ബാക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹാങ്ങും യൂനുവും കൂടി കാറിൽ ട്രാവൽ ചെയ്യാൻ നേരത്തെ അവിടെയാണെങ്കിൽ നമ്മുടെ ഹാങ് ഒന്ന് ഉറങ്ങിപ്പോയായിരുന്നു. അതായത് നമ്മുടെ യൂനുവിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ നമ്മുടെ യൂനു ആണെങ്കിൽ എന്ത് ചെയ്യാന്നറിയാമോ, ഹാങ്ങിൻ്റെ കൈ എടുത്തിട്ട് അവളുടെ കയ്യിലുള്ള അവളുടെ ആയുസിൻ്റെ രേഖയില്ലേ അതങ്ങ് നീട്ടി വരച്ചു കൊടുക്കും. യഥാർത്ഥത്തിൽ അവനാണ് ഈ സംഭവം ചെയ്തു വെച്ചേക്കുന്നത്. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരാളെ കാണിച്ചുകൊണ്ടാണ്. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂനു ഉണ്ടല്ലോ, ഒരു മെമ്മറി കാർഡ് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ കൈ കൊടുത്തില്ലായിരുന്നു, അയാളാണെങ്കിൽ ഇപ്പോൾ ആ മെമ്മറി കാർഡൊക്കെ റിക്കവർ ആക്കി എടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരാൾ ആ ബാരിയർ തകർത്തില്ലായിരുന്നു. അതാരാണെന്ന് അതിനകത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചിയോളിൻ്റെ വൈഫായിട്ടുള്ള ഡീഹി എന്ന് പറയുന്ന പെണ്ണായിരുന്നു. അവളുടെ ഫേസ് ആണെങ്കിൽ ആ വീഡിയോയ്ക്കകത്ത് നല്ല ക്ലിയർ ആയിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഡീഹിയും അതേപോലെ തന്നെ യൂൻസങ്ങില്ലേ, ഇവർ രണ്ടുപേരോടി ഒരു സ്ഥലത്തായിട്ട് നടന്നു പോകുന്നതാണ്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാവും, ഈ ഡീഹി തന്നെയാണ് യൂൻസങ്ങിനെ ഈ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ടും അവന് വേണ്ട എല്ലാ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നേ എന്ന്. ഇവർ രണ്ടുപേരും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ നമ്മളുടെ ഹാങ്ങിൻ്റെയും യൂനുവിൻ്റെയും വീട്ടിലോട്ടാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ജർമ്മനി പോയേക്കുമല്ലേ, അതുകൊണ്ട് തന്നെ അവിടെ വേറെ സ്റ്റാഫും കാര്യങ്ങളൊന്നുമില്ല. ഇവർ രണ്ടെണ്ണം വന്നിട്ട് നമ്മളുടെ യൂനുവിൻ്റെ റൂമൊക്കെ അരിച്ചു പറക്കും.
മറക്കും. അപ്പോൾ നമ്മുടെ ഡീഹി ഇങ്ങനെ പറയും, സത്യത്തിൽ പുറമേ കാണുന്നവർക്ക് ഹാങ്ങും യൂനുവും ഭയങ്കര അടിയാണ്, ശത്രുക്കളാണ് എന്നൊക്കെയാ തോന്നുന്നത്. എങ്കിൽ ഞാൻ കണ്ടെടുത്തോളം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടത്തിലാണ്. യൂനുവിനെ പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് പോലും ഇന്നേ വരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആ ഗ്രേസ് തന്നെ അവനെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ഭയങ്കര ക്ലീൻ ആയിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന യൂൻസങ് പറയും, നമുക്ക് നോക്കാം, എന്തായിരുന്നാലും അവൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനൊരു ബുക്കൊക്കെ തുറന്നു നോക്കും. അതിനകത്തൊക്കെ ആയിട്ട് നമ്മുടെ ഹാങ്ങിൻ്റെയും എൻ്റെയും ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അവസാനം നമ്മുടെ യൂൻസങ് ആണെങ്കിൽ ഈ യൂനുവിൻ്റെ ഒരു സീക്രട്ട് ലോക്കർ ഇല്ലേ, അത് കണ്ടുപിടിക്കും. ഉടനെ തന്നെ യൂൻസങ് പറയും, എന്തായിരുന്നാലും ഇതിനകത്ത് എന്തോ ഒന്നുണ്ട്. അവൻ അത്രയ്ക്കും നീറ്റും ക്ലീനും ആയിരുന്നെങ്കിൽ അവൻ ഇതേപോലൊരു ലോക്കറിൻ്റെ ആവശ്യമേ വരത്തില്ലായിരുന്നു. ഉറപ്പായിട്ട് ഇതിനകത്ത് എന്തോ ഉണ്ട് എന്ന് നമ്മുടെ യൂൻസങ് പറയും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആ ഗ്രേസിനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ യൂനുവും അതേപോലെ തന്നെ ഹാങ്ങും എന്തിനാണ് ജർമ്മനിയിലോട്ട് പോയത് എന്ന്. ഇപ്പോൾ ഇവരുടെ കൂടെ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂനുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുത്തനുമുണ്ട്. ഇവനെ വെച്ചിട്ട് ഈ ഗ്രേസ് ആണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ സെക്രട്ടറീനെ വിളിപ്പിക്കും. എന്നാൽ സെക്രട്ടറിയും വലിയ കാര്യമായിട്ടൊന്നും പറയത്തില്ല, അവർക്കറിയത്തില്ല എന്ന് പറഞ്ഞ് അങ്ങ് കൈയൊഴിയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനുവിനെയും അതേപോലെ തന്നെ ഹാങ്ങിനെയാണ്. രണ്ടുപേരും നല്ല കിടിലമായിട്ട് അവിടെ ജർമ്മനിയൊക്കെ ചുറ്റിക്കറങ്ങി കാണും. അങ്ങനെ ഇവർ രണ്ടുപേരുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് ഇറങ്ങുന്നേ പെട്ടെന്ന് തന്നെ നമ്മളെ ഹാങ്ങിനെ ഒരു കൊച്ചു ചെറുക്കൻ അവളുടെ സൈഡിൽ കൂടി ഓടി പോകുന്നത് പോലെ ഇല്യൂഷൻ കാണാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂൻസങ്ങിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ യൂനുവിൻ്റെ ആ ലോക്കറില്ലേ അതിൻ്റെ അടുത്തായിട്ട് തന്നെ വന്നിരിക്കുമായിരുന്നു. അവനിങ്ങനെ ആ ഡീഹി എടുത്ത് പറയും, അതായത് യൂനുവിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു സീക്രട്ട് കാണാൻ കിട്ടിയാൽ മതി എനിക്ക്, ഞാൻ അത് വെച്ചിട്ട് അവനെയും അതേപോലെ തന്നെ ഹാങ്ങിൻ്റെ ഫാമിലിനെ തെറ്റിപ്പിരിക്കുന്നേ ആയിരിക്കും എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂനുവും അതേപോലെ തന്നെ ഹാങ്ങും കൂടി ചേർന്നിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നതാണ്. അവിടെ നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിന് വേണ്ടിയിട്ട് നൂഡിൽസൊക്കെ തയ്യാറാക്കി കൊടുക്കും. നമ്മുടെ ഹാങ് ആണെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ നൂഡിൽസ് കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അവളെ സംബന്ധിച്ച് ഇതൊക്കെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ലേ. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അവിടെ നമ്മുടെ ഹാങ് ആണെങ്കിൽ പറയും, എന്തായിരുന്നാലും ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, നീ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എനിക്ക് വേണ്ടി കരയുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ എൻ്റെ മെമ്മോറിയൽ ഹാളിലാണെങ്കിൽ ആവശ്യമില്ലാത്ത ആൾക്കാർ വന്നിട്ട് എന്നെപ്പറ്റി മോശം പറയാനൊന്നും നീ സമ്മതിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നീ ഉടനെ തന്നെ പോലീസിൽ കേസ് കൊടുക്കണം. പിന്നെ ഒരുപാട് ആൾക്കാരെ ഒന്നും ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആരൊക്കെ എന്നെപ്പറ്റി എന്തൊക്കെ പറയുന്നെന്ന് നീ ശ്രദ്ധിച്ച് കേട്ടോണം. നീ എനിക്ക് വേണ്ടി ഒരുപാട് ദിവസം കരയൊന്നും വേണ്ട, പകരമായിട്ട് അന്നത്തെ ദിവസം കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞാൽ മതി. പിന്നെ ഒരാഴ്ചത്തേക്ക് എന്നെപ്പറ്റി ഓർത്തൊക്കെ ഇരുന്നോ, അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ നമ്മുടെ ഹാങ് പറയും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ യൂനുവിനങ്ങ് ഒരുമാതിരിയാവും. അവനങ്ങ് ഭയങ്കര സങ്കടമായിട്ടാവും. പറയും, നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഡോക്ടർ നിൻ്റെ അടുത്ത് നിന്നെ ചികിത്സിക്കാൻ പറ്റത്തില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ, നീ കുറച്ച് വെയിറ്റ് ചെയ്യണം എന്നല്ലേ പറഞ്ഞോളൂ. WBCയുടെ കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കാം. അതിന് വേണ്ടിയിട്ട് നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പം നമ്മുടെ ഹാങ് പറയും, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളുടെ കല്യാണത്തിന് മുന്നേ ആയിട്ട് അമ്മ എനിക്കാണെങ്കിൽ ഒരു വിൽപത്രം എഴുതി തന്നായിരുന്നു. അതായത് എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ സ്വത്തും കാര്യങ്ങളും എല്ലാം നിനക്ക് വരാണ്ട് എല്ലാം എൻ്റെ വീട്ടുകാർക്ക് എന്നെ ചെന്ന് തരുമെന്ന്. ഞാനാണെങ്കിൽ അന്ന് കണ്ണും പൂട്ടി അത് സൈൻ ചെയ്ത് കൊടുത്തു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനത് തിരുത്തി എഴുതാനിരിക്കുവാണ്, ഉടനെ തന്നെ ഞാനത് തിരുത്തി എഴുതും എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനുവിന് ഭയങ്കര സങ്കടമാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ മുന്നേ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ഈ വിൽപത്രം ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മളുടെ ഹാങ്ങിൻ്റെ പുറകെ നടന്നത്. എന്നാൽ ഇപ്പോഴാണെങ്കിൽ അവൻ ജെനുവിനായിട്ട് ആഗ്രഹിക്കുന്നത് തന്നെ നമ്മുടെ ഹാങ് എങ്ങനെയെങ്കിലും അവളുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരണം എന്നാ. അപ്പം നമ്മുടെ യൂനു പറയും, നിനക്ക് ആ വിൽപത്രമൊക്കെ ചേഞ്ച് ആക്കാം, പക്ഷെ ഇപ്പോഴല്ല, നീ ആദ്യമേ നിൻ്റെ അസുഖമൊക്കെ നേരെയാക്കി നീ നല്ല ഹെൽത്തി ആവും, അതിനുശേഷം നമുക്ക് വിൽപത്രമൊക്കെ ചേഞ്ച് ആക്കുന്നതിനെ പറ്റി ആലോചിക്കാം എന്ന് പറയും. നമ്മളുടെ ഹാങ്ങിന് നല്ല സന്തോഷം കൂട്ടത്തിൽ തന്നെ സങ്കടവും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂൻസങ്ങിനെയാണ്. അവനാണെങ്കിൽ പഠിച്ച പണി 18 നോക്കും നമ്മുടെ യൂനുവിൻ്റെ ലോക്കർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ അവനെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ യൂൻസങ് വിചാരിക്കും, അതില്ലെങ്കിൽ വേണ്ട, അത് പിന്നെ ഞാൻ ഓപ്പൺ ചെയ്തെടുത്തോളാം, ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നമ്മളുടെ ഈ യൂൻസങ് ആണെങ്കിൽ അവിടെയുള്ള ബുക്കൊക്കെ തുറന്നു നോക്കുന്നതും അവിടെയായിട്ട് ഒരു കാർഡ് കിട്ടും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനു ആണെങ്കിൽ ആ SD കാർഡ് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പറഞ്ഞില്ലേ, ആ ഷോപ്പിൻ്റെ കാർഡായിരുന്നു. അങ്ങനെ നമ്മളുടെ യൂൻസങ് അതിൻ്റെ ഫോട്ടോ എടുത്ത് വയ്ക്കും ആ ഷോപ്പിൽ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ ഡേഹീനെയാണ്. അവളാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ കുറേ കോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ട്രയൽ നോക്കിക്കൊണ്ടിരിക്കും.
ചോദിക്കും. അവളാണെങ്കിൽ അവിടെ പറയും, അതായത് ഹാങ് ആണെങ്കിൽ ഇപ്പോഴും യൂസ് ചെയ്യാത്ത ഒരുപാട് ഡ്രസ്സസ് അവളുടെ ആ ഒരു അലമാരയിലായിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇതെല്ലാം വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതെല്ലാം ലിമിറ്റഡ് എഡിഷനും ആണ്. പണക്കാർക്ക് എന്തും ആവാമല്ലോ, ഞാനും പണക്കാരിയായിരുന്നെങ്കിൽ ഞാൻ ഇതെല്ലാം വാങ്ങിച്ചേനെ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചിയോളും അതേപോലെ തന്നെ ഈ ഡേഹിയും എങ്ങനെ മീറ്റ് ചെയ്തു എന്നാണ്. രണ്ടുപേരും ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കണ്ട് സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ചിയോളെന്ന് പറഞ്ഞാൽ ഭയങ്കര നെയ്വായിട്ടുള്ള ഒരാളാണല്ലോ. അവനാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കും. പിന്നീട് കാണിക്കുന്നതും പ്രസന്റ് ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഈ ചിയോളിൻ്റെ അമ്മയുണ്ടല്ലോ, അവരാണെങ്കിൽ ചിയോളിന് വേണ്ടിയിട്ട് ഒരു മെഡിസിൻ കൊണ്ടുവരും. എന്നിട്ട് അവരവിടെ പറയും, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോന് നല്ല ആരോഗ്യം വെക്കും, നിൻ്റെ എല്ലാ ഇഷ്യൂസും മാറും. ഇത് വെച്ചിട്ട് പറയുന്നത് തന്നെ മരിച്ചു പോയവർക്കൊരു ജീവൻ കൊടുക്കാൻ നല്ല കഴിവുള്ള ഒരു ചെടിയാണ് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെയായിട്ട് നമ്മുടെ ഹാങ്ങിൻ്റെ ആൻറ്റി വരും. ഇവരാണെങ്കിൽ ഇത് കാണുന്നതും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ്ങിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ചിയോളിനെ എന്ത് ഇഷ്ടമാണ്. ഉടനെ തന്നെ നമ്മുടെ ആൻറ്റി ആണെങ്കിൽ ഈ ഹാങ്ങിൻ്റെ അമ്മയെടുത്ത് പറയും, ഈ മരുന്ന് കുറച്ച് എനിക്ക് തരുമോ ഹാങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ടാ എന്ന്. ഉടനെ തന്നെ ഹാങ്ങിൻ്റെ അമ്മ ചോദിക്കും, അവൾക്ക് എന്തോത്തിനാ ഈ മരുന്ന്, അവൾ നല്ല ഹെൽത്തി ആണല്ലോ, അവൾക്ക് ഭയങ്കര ഷാർപ്പ് മൈൻഡുമാണ്, അവൾക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവൾക്ക് തന്നെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന്. ഇത് കേൾക്കുന്നതും നമ്മളുടെ ആൻറ്റിക്കാണെങ്കിൽ പറയണമെന്നുണ്ട്, അതായത് ഹാങ്ങിനാണെങ്കിൽ നല്ല സുഖമില്ല, അവൾക്ക് കെയർ കിട്ടേണ്ട സമയമാ എന്ന്. എങ്കിലും ആൻറ്റി എന്തോ ചെയ്യാനാ. ആൻറ്റി ആണെങ്കിൽ പറയും, നിങ്ങളാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ മോനെ മാത്രം കെയർ ചെയ്യുന്നത് അത്ര നല്ല ഏർപ്പാടല്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു മോൻ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഹാങ്ങിനെയും കെയർ ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ റിഗ്രറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് നമ്മളുടെ ആൻറ്റി അവിടെ നിന്ന് അങ്ങ് പോകും. അവർ പിന്നീട് നേരെ വരുന്ന തന്നെ ഹാങ്ങിൻ്റെ അച്ഛൻ്റെ അടുത്താണ്. അവർക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവരുടെ വീട്ടുകാർക്കെല്ലാം പറയണമെന്നുണ്ട് നമ്മുടെ ഹാങ്ങിൻ്റെ അവസ്ഥ എന്തുവാ എന്ന്. എങ്കിലും ഹാങ് പറഞ്ഞേക്കുന്ന വീട്ടുകാർക്ക് ആർക്കും പറയരുത് എന്നല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആൻറ്റിക്ക് എന്ത് വേണമെന്ന് കൂടി അറിയത്തില്ല. അങ്ങനെ ഹാങ്ങിൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ആ അച്ഛൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഒരു കണ്ണാടി കൂട്ടിലായിട്ട് ഒരു ഒച്ചിനെ വളർത്തുന്നുണ്ട്. അയാൾ അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ അയാളുടെ അനിയടുത്ത് പറയും, ഇതിന് വയ്യാന്നാ തോന്നുന്നത്, ഇത് ഫുഡ് കഴിക്കുന്നില്ല, എനിക്ക് നല്ല സങ്കടമുണ്ട് എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ ആൻറ്റി ഭയങ്കരമായിട്ടും കിടന്ന് കരയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹാങ്ങിൻ്റെ അച്ഛന് ഒരു ചെറിയ ഒച്ചിനെന്തെങ്കിലും പറ്റിയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ സ്വന്തം മോക്ക് വലിയൊരു ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ സഹിക്കും, അയാൾ ആകെപ്പാടെ തകർന്നു പോകത്തില്ലേ. ഇതും ആലോചിച്ചിട്ട് നമ്മളുടെ ആൻറ്റിക്ക് ഭയങ്കര സങ്കടം വരും. അവരവിടെ കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങും. അവിടെ നമ്മുടെ ഹാങ്ങിൻ്റെ അച്ഛനൊന്നും മനസ്സിലാവത്തില്ല. അയാൾ വിചാരിക്കും ഇവളാണെങ്കിൽ ഇവളുടേതായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂനുവിനെയും അതേപോലെ തന്നെ ഹാങ്ങിനെയാണ്. രണ്ടുപേരുടെ ജർമ്മനി ഇരുന്നിട്ട് ഏതൊരു ഷോ കാണണമെന്ന് അറിയാണ്ട് ഇങ്ങനെ ചാനൽസൊക്കെ മാറ്റി മാറ്റി ഇരിക്കുവാണ്. അവസാനം നമ്മളുടെ ഹാങ് പറയും, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവുക എന്ന്. അപ്പോൾ നമ്മുടെ യൂനു പറയും, ഓക്കെ എന്നാൽ പിന്നെ നീ പോയി കിടന്നു. അപ്പോൾ നമ്മളുടെ ഹാങ് ചോദിക്കും, നീ എവിടെയാണ് കിടക്കുന്നത്? അപ്പോൾ നമ്മുടെ യൂനു പറയും, അത് ഞാൻ അപ്പുറത്തെ റൂമിലായിട്ടാണ് കിടന്നോളാം. ഇവിടെ നമ്മുടെ ഹാങ്ങിനാണെങ്കിൽ എങ്ങനെയെങ്കിലും യൂനുവിനെ അവളുടെ റൂമിലായിട്ട് കയറ്റണം. ഇവളാണെങ്കിൽ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഓരോന്നൊക്കെ സംസാരിക്കും. എന്നിട്ട് അവൾ പറയും, ഓക്കെ നിനക്ക് എവിടെയാണോ ഇഷ്ടം കിടന്നുറങ്ങാൻ അവിടെയായിട്ട് വന്ന് കിടന്നുറങ്ങിക്കോ, ആരും ഒന്നും പറയാൻ പോകുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോകും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു വരുന്ന ആലോചിക്കുമ്പോൾ അവന് മനസ്സിലാവും, അതായത് ഹാങ് ഇപ്പോൾ അവനെ ഇൻവൈറ്റ് ചെയ്യുക ചെയ്തത് എന്ന്. വേഗം തന്നെ നമ്മുടെ യൂനു ചാടി കയറി ഹാങ് കഥടയ്ക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ആ ഡോറിൽ കയറി അങ്ങ് പിടിക്കും. എന്നിട്ട് ചോദിക്കും, ഇന്ന് രാത്രി ഞാൻ നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തോട്ടെ എന്ന്. അപ്പോൾ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു പറയും, ഓക്കെ ഞാൻ ചോദിച്ചതിന് എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ ഇവിടുന്ന് പൊക്കോളാന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇവിടെ നിന്ന് തിരിഞ്ഞ് നടക്കാനായിട്ട് ഒരുങ്ങും. ഉടനെ തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ യൂനുവിൻ്റെ കയ്യിലായിട്ട് കയറി പിടിക്കും. എന്നിട്ട് ചോദിക്കും, അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു, നീ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇന്ന് മാത്രം സ്റ്റേ ചെയ്യുന്നതിനെ പറ്റിയാണോ ചോദിച്ചത്, അതോ ഇനി മുതൽ എൻ്റെ കൂടെ സ്റ്റേ ചെയ്യുന്നതിനെ പറ്റിയാണോ ചോദിച്ചത്? ഇത് കേട്ട ഉടനെ നമ്മുടെ യൂനു പറയും, ഞാൻ ഇനി മുതൽ നിൻ്റെ കൂടെ സ്റ്റേ ചെയ്തോട്ടെ എന്നാണ് ചോദിച്ചത്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് യെസ് പറയും. അങ്ങനെ രണ്ടുപേരുടെ റൂമിൽ കയറിയിട്ട് എന്ത് വേണമെന്നറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. രണ്ടുപേരും കുറേ സമയം ഇങ്ങനെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യും. അവസാനം നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ കയ്യിൽ പിടിക്കാനായിട്ട് വരുന്നത്. പെട്ടെന്ന് തന്നെ ഹാങ് ആണെങ്കിൽ ഒരു കാര്യം പറയാനായിട്ട് തുടങ്ങും. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കേസാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് തന്നെ ആക്സിഡൻ്റായി അവൾ മരിക്കും എന്നുള്ളൊരു സ്റ്റേജ് എത്തിയപ്പോൾ അവളുടെ ഭർത്താവാണെങ്കിൽ ഒരു ലോയറിനെയും കൂട്ടി വന്നിട്ട് ഇവളെ കൊണ്ട് ഇവളുടെ ഈ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം സൈൻ ചെയ്ത് വാങ്ങിക്കാൻ നോക്കി. അയാൾ വിചാരിച്ചത് അയാളുടെ വൈഫ് മരിച്ചു പോകുമെന്നാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ളവരെ ഇഷ്ടമേ അല്ല. എന്നാലും അവളുടെ ഹസ്ബൻഡിനെ എങ്ങനെ ചെയ്യാൻ തോന്നി? അവൾ മരിക്കാൻ കിടന്നപ്പോൾ അവളുടെ വിൽപത്രം എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നല്ലൊരു ഹസ്ബൻഡിനെയാണല്ലോ കിട്ടിയത്. അവസാനമാണെങ്കിൽ ആ പെണ്ണിന് അസുഖമല്ല നേരെ
അവസ്ഥയാവുകയും ചെയ്തു. അവളുടെ ഹസ്ബൻഡിനെ ഒന്നും കിട്ടാതെയോ ആയി. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യുനുവിനാണെങ്കിൽ അങ്ങ് ഒരുമാതിരിയാവും. എത്രയൊക്കെ പറഞ്ഞാലും ഇവൻ ഇപ്പം അങ്ങനെ അല്ലെങ്കിലും അവൻ മുന്നേ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവനിങ്ങനെ പേടിച്ച് നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് പറയും, ഇങ്ങനെയുള്ള ഒരാളിനെ എൻ്റെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അയാളെ കൊന്നു കളയൂ എന്ന്. എങ്കിലും എനിക്ക് നല്ലൊരു ഹസ്ബൻഡിനെ അല്ലേ കിട്ടിയത്. നീയാണെങ്കിൽ എനിക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു പറഞ്ഞു. അതേപോലെ തന്നെ അടുത്ത ദിവസം എനിക്ക് ശ്വാസം ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തായിട്ട് വന്ന് ചെക്ക് ചെയ്തു. പിന്നെ എനിക്ക് ചുമയോ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു അസുഖം വന്നാലോ നീ എന്നെ എന്ത് കെയറിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹാങ് ആണെങ്കിൽ യുനുവിൻ്റെ മുടിയിലൊക്കെ ആയിട്ട് പിടിച്ച് സംസാരിക്കും. യുനുവിനാണെങ്കിൽ അങ്ങ് ഒരുമാതിരി ഫീൽ ചെയ്യും. അപ്പം നമ്മുടെ യുനു പറയും, അതൊക്കെ എന്തിനാ ഇപ്പം പറയുന്നേ, അതെല്ലാം കഴിഞ്ഞു പോയ കാര്യമല്ലേ. അപ്പം നമ്മുടെ ഹാങ് പറയും, അങ്ങനെയല്ല, നീ ആണെങ്കിൽ ഒരു ദിവസം ഞാൻ വന്ന് നോക്കിയപ്പോൾ എൻ്റെ അസുഖത്തിനെ പറ്റി ഫുള്ള് റിസർച്ച് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ നീ ഉറങ്ങിയും പോയി. സത്യം പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പുണ്യമാണോ എന്തോ ചെയ്തത് എന്നൊക്കെ നമ്മുടെ ഹാങ് പറയും. നമ്മളുടെ യുനുവിനങ്ങ് ഭയങ്കര ഇതായിട്ട് തോന്നും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എത്രയൊക്കെ പറഞ്ഞാലും അതെല്ലാം അഭിനയിച്ചതായിരുന്നില്ലേ. അപ്പം നമ്മുടെ ഹാങ് പറയും, നീ ആണെങ്കിൽ ഞാൻ ജർമ്മനി വന്നു എന്ന് അറിഞ്ഞപ്പോൾ എല്ലാം ജോലി ഇട്ടെറിഞ്ഞിട്ട് എൻ്റെ പുറകെ വന്നു. എനിക്ക് അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളുടെ യുനുവിനും നല്ല സന്തോഷമൊക്കെ ഉണ്ട്. എങ്കിലും അവൻ മുന്നേ ചെയ്ത കാര്യമൊക്കെ ആലോചിച്ചിട്ട് അവന് നല്ല റിഗ്രറ്റും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ നമ്മളുടെ ഹാങ്ങിനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവോഴ്സ് പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചേക്കുമല്ലേ. അവനതൊക്കെ ആലോചിച്ചിട്ട് എന്ത് വേണമെന്ന് കൂടി മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യുനുവും ഹാങ്ങും കൂടി ഒരുമിച്ച് കിടന്ന് ഉറങ്ങുന്നതാണ്. നമ്മളുടെ യുനുവിനാണെങ്കിൽ ഒരു സമാധാനം ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ രാത്രി തന്നെ ഒരു ചർച്ചിലായിട്ട് വന്നിരുന്നിട്ട് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ യുനു ഇങ്ങനെ ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ നടക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവൻ്റെ ഫ്രണ്ട് അവനെ വിളിക്കുന്നതാണ്. എന്നിട്ട് ചോദിക്കും, അല്ല നീ എന്താ ഇന്ന് നമ്മളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വരാഞ്ഞ്, നിന്നെ ഇന്നലെ രാത്രി തൊട്ടേ കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ യുനു പറയും, ഞാൻ ജർമ്മനിക്ക് വന്നു എന്ന്. സത്യം പറഞ്ഞാൽ അവൻ്റെ ഫ്രണ്ടിന് ഇത്രയും നാളും ഡൗട്ട് ഉണ്ടായിരുന്നു യുനുവിനാണെങ്കിൽ ഹാങ്ങിന് യഥാർത്ഥത്തിൽ ഇഷ്ടമാണോ എന്ന്. ഇപ്പോഴാണെങ്കിൽ അത് കൺഫേമും ആയി. അത് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് അവളുടെ ആ വീട്ടിലായിട്ട് കയറി വരുന്നത് നമ്മുടെ ഹാങ് എന്തോ ഒരു സംഭവം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഹാങ് നമ്മുടെ യുനുവിനെ വിളിച്ചിട്ട് പറയും, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, എന്നെ ആ ഡോക്ടർ കോൺടാക്ട് ചെയ്തായിരുന്നു. എൻ്റെ അസുഖം നേരെയാക്കാൻ വേറെ ഒരു മാർഗ്ഗമുണ്ട്, ആ പ്രൊസീജിയറും ട്രൈ ചെയ്ത് നോക്കാം എന്ന്. അപ്പോൾ തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. സത്യം പറഞ്ഞാൽ ഈ ഡോക്ടറുടെ അടുത്ത് എന്ന് സംസാരിച്ചതേ നമ്മുടെ യുനു ആണ്. അവരാണ് ഞാൻ ഡോക്ടറിനെ കണ്ടിട്ട് പറയും, നിങ്ങളാണെങ്കിൽ ഹാങ്ങിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം വാങ്ങിയിട്ടുണ്ട്. ആ വാങ്ങിയത് തന്നെ നിങ്ങൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചികിത്സയും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ. നിങ്ങളങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ പേരിൽ കേസ് ഫയൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവസാനം നിങ്ങളുടെ ഈ സെൻറ്റർ തന്നെ പൂട്ടേണ്ടതായിട്ട് വരും. അവസാനം ഈ ഡോക്ടറാണെങ്കിൽ നമ്മളുടെ യുനുവിൻ്റെ അടുത്ത് പറയും, ഓക്കെ ഞങ്ങളാണെങ്കിൽ അവളുടെ WBCയുടെ കൗണ്ട് കൂട്ടാനുള്ള എന്തെങ്കിലും ചികിത്സ ചെയ്യാമെന്ന്. അതാണ് ഇപ്പം നമ്മളുടെ ഹാങ്ങിന് ഒരു മെയിലായിട്ട് അവർ അയച്ചേക്കുന്നത്. ഇത് വായിക്കുന്നത് നമ്മുടെ ഹാങ്ങിന് ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മുടെ യുനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് പറയും, ഞാൻ നിൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞല്ലേ വേറെ എന്തെങ്കിലും മാർഗം കാണുമെന്ന്, നീ എന്തിനാ വെറുതെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നത്, നമുക്ക് എല്ലാം നേരെയാക്കാമെന്ന് പറഞ്ഞിട്ട് യുനു നമ്മുടെ ഹാങ്ങിനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ യുൻസെങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പിലായിട്ട് വന്നേക്കുക. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുനുവിൻ്റെ ടേബിളിൽ നിന്ന് യുൻസെങ്ങിനാണെങ്കിൽ ഒരു കാർഡ് കിട്ടിയില്ലായിരുന്നോ. ആ കാർഡിൻ്റെ ഷോപ്പ് ഏതാണെന്ന് തപ്പിയാൽ ഇപ്പം അവൻ വന്നേക്കുന്നത്. ആ ഷോപ്പ് കാണുന്ന അവന് മനസ്സിലാവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈലൊക്കെ റിപ്പയർ ചെയ്യുന്ന കണക്കത്തൊരു ഷോപ്പാണ് എന്ന്. അങ്ങനെ അവന് കാര്യം മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗ്രേസിനെയാണ്. അവരാണെങ്കിൽ വന്നിട്ട് നമ്മുടെ ഈ ഡീഹിടുത്ത് വന്നിട്ട് പറയും, നോക്ക് നീ ഈ വീഡിയോ കണ്ടോ, നിന്നെ കാരണം ഇപ്പം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇതിനകത്ത് നിന്റെ ഫേസ് ആണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം. യുനു ഇവിടെ ഇല്ലാത്തത് നിന്റെ ഭാഗ്യം. അവനിപ്പോൾ ജർമ്മനി പോയതുകൊണ്ടാണ് അവൻ്റെ കയ്യിൽ ഈ ഫൂട്ടേജ് കിട്ടാൻ. അവൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എന്തോ ചെയ്താന്. സത്യം പറഞ്ഞാൽ ഇവിടെ ഗ്രേസും ഈ പറഞ്ഞ ഡീഹിയും യുൻസങ്ങും എല്ലാവരോടും പ്ലാൻ ചെയ്യുന്നത് തന്നെ എങ്ങനെയെങ്കിലും നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ഫുൾ കൺട്രോളും അവരുടെ കയ്യിൽ കിട്ടണം എന്നാ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഡീഹി തന്നെയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള മാസ്റ്റർ മൈൻഡ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗ്രേസിനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയുടെ അടുത്തായിട്ട് വന്നിട്ട് യുനുവിനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് യുനു ആണെങ്കിൽ നിങ്ങളുടെ മോനായിട്ടുള്ള ചിയോളിനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രോജക്റ്റിനെ പറ്റി സംസാരിച്ചപ്പോൾ യുനു ആണ് അത് എതിർത്ത് സംസാരിച്ചത് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ ഇത് കേട്ട ഉടനെ ചോദിക്കും, ഓഹോ അങ്ങനെയായിരുന്നോ, അവനെ ഞാൻ വെറുതെ വെച്ചേക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിയോളാണെങ്കിൽ ചെയർമാൻ്റെ അടുത്ത് വന്നിട്ട് കുറേ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, എങ്ങനെയെങ്കിലും എൻ്റെ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ തരണോ എന്ന്. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ യുഎൻഒ പറഞ്ഞ എൻ്റെ അപ്പുറത്തോട്ട് തീരുമാനം എടുക്കത്തില്ല. അപ്പോൾ ചെയർമാൻ പറയും, നീ ആദ്യമേ യുഎൻഒ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വാ, അത് കഴിഞ്ഞിട്ടല്ലേ നിൻ്റെ പ്രോജക്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ആലോചിക്കുന്നത്. ഈ ചിയോളാണെങ്കിൽ ഈ ചെയർമാൻ്റെ പുറകെ
പുറകെ ഇങ്ങനെ നടക്കും. ഇവന്റെ പുറകെയായിട്ടാണ് നമ്മുടെ ഡീഹിയും ഉണ്ട്. അവളപ്പോൾ വിചാരിക്കും ഇവനാണെങ്കിൽ ഇതുവരെ മാറിയിട്ടില്ല, ഇവൻ ഇപ്പോഴും ഒരു പൊട്ടൻ തന്നെയാ എന്ന്. അപ്പം നമുക്ക് പണ്ടത്തെ കുറച്ച് ഫ്ലാഷ് ബാക്കിലെ സീനൊക്കെ കാണിക്കും. അവിടെ നമ്മുടെ ഡീഹി ഉണ്ടല്ലോ, അവളാണെങ്കിൽ ഈ പറഞ്ഞ യൂൻസങ്ങിന്റെ കൂടെ തന്നെ അവിടുത്തെ ഓർഫനേജിലായിരുന്നു വളർന്നത്. അതായത് നമ്മുടെ ഈ ക്യൂൻസ് ഗ്രൂപ്പിന്റെ ഓർഫനേജില്ലേ അവിടെയായിട്ട്. ഈ ചെയർമാനാണെങ്കിൽ നമ്മളുടെ ചിയോളിനെ എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ഊഞ്ഞാലാട്ടയൊക്കെ ചെയ്യും. ഇതെല്ലാം ദൂരെ നിന്നിട്ട് ഡീഹിയും കണ്ടുകൊണ്ട് നിൽക്കുക. അങ്ങനെ ചെയർമാൻ അവിടെ നിന്നൊന്ന് മാറുന്നത് നമ്മുടെ യൂൻസങ് ആണെങ്കിലേ ഈ ചിയോളിന്റെ തലയിലായിട്ട് ഒരു ബാളെടുത്തങ്ങ് എറിയും. ഇവൻ നല്ലതുപോലെ കിടന്ന് കരയാനായിട്ട് തുടങ്ങും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ അവിടേക്ക് വന്നിട്ട് നമ്മുടെ യൂൻസങ്ങിന്റെ കൂടെ അടി കൂടാൻ തുടങ്ങും. എന്നിട്ട് ചോദിക്കും, നീ എന്തിനാ എന്റെ ബ്രദറിന്റെ തലയിലായിട്ട് ബോൾ എടുത്ത് എറിഞ്ഞത് എന്ന്. എന്നിട്ട് അവള് നമ്മുടെ ചിയോളിനെയും വഴക്ക് പറയും. അല്ല, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അപ്പൊ തന്നെ കരയാൻ വേണ്ടിയിട്ടിരിക്കുവാന്ന്, കണ്ണീര് തുടക്കടാന്ന് പറഞ്ഞിട്ട് ഇവൾ അവനെ നല്ലതുപോലെ വഴക്ക് പറയും. സത്യം പറഞ്ഞാൽ ആ ടൈമിലാണ് നമ്മുടെ യൂൻസങ് ആദ്യമായിട്ട് നമ്മുടെ ഹാങ്ങിനെ പരിചയപ്പെടുന്നത്. അവളുടെ പേര് ഹാങ് ആണെന്ന് മനസ്സിലാവുന്നത് അപ്പോഴാണ്. എന്നിട്ട് നമ്മുടെ ഈ ഹാങ് അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന കരഞ്ഞോണ്ടിരിക്കുന്ന ചിയോളിന്റെ അടുത്തായിട്ട് നമ്മുടെ ഡീഹി വന്നിട്ട് സംസാരിക്കുന്നയാ. അവളാണെങ്കിൽ നമ്മുടെ ചിയോളിന്റെ അടുത്ത് ചോദിക്കും, അല്ല കുറച്ചു മുന്നേ നിന്റെ അടുത്ത് വന്ന് സംസാരിച്ച ആളാരാ, നിന്റെ ഗ്രാൻഡ് ഫാദർ ആണോ? അപ്പൊ നമ്മുടെ ചിയോള് പറയും, അതെ അതെന്റെ ഗ്രാൻഡ് ഫാദർ തന്നെയാണ്. അപ്പോൾ അവള് ചോദിക്കും, നിങ്ങളുടെ ഫാമിലിയിൽ വേറെ വല്ല കൊച്ചുങ്ങളും ഉണ്ടോ? അപ്പോൾ നമ്മുടെ ചിയോള് പറയും, ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നു, ആ ചേട്ടൻ ഇപ്പോൾ മരിച്ചുപോയി എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഈ ഡീഹി ആണെങ്കിൽ ചിയോളിന്റെ അടുത്ത് പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും മാരേജ് ചെയ്യാം. ഇത് കേൾക്കുന്നേയും നമ്മുടെ ഈ ചിയോള് പറയും, എനിക്കൊന്നും പറ്റത്തില്ല, എനിക്ക് വയസ്സിന് മൂത്തവരെ ഇഷ്ടമല്ല എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഈ ഡീഹിയിലെ ഇവനെ കാട്ടി 5 വയസ്സിന് മൂത്തതായിരുന്നു. എന്നാലും ഇവളാണെങ്കിൽ ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ടാ നമ്മുടെ ചിയോളിനെ ഇപ്പൊ കല്യാണം കഴിച്ചേക്കുന്നത്. അവനെങ്ങാനും അറിയണം അവൻ കല്യാണം കഴിച്ചേക്കുന്നത് അവനെക്കാട്ടി 5 വയസ്സിന് മൂത്ത ഒരാളെയാ എന്ന്. എങ്കിൽ പിന്നെ നമ്മുടെ ചിയോള് ഉറപ്പായിട്ടും തകർന്നു പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരോടും ചേർന്നിട്ട് ഫുഡ് കഴിക്കാനിരിക്കുന്നതാണ്. നമ്മുടെ ചിയോളും ഡീഹിയും എല്ലാവരും ഉണ്ട്. അവിടെയായിട്ട് നമ്മുടെ ചിയോളിന്റെ വാവേനെ കൊണ്ടുവരും. ഈ കുഞ്ഞിനെ കാണുന്നേ നമ്മുടെ ആന്റി ആണെങ്കിൽ ചോദിക്കും, എന്നാൽ ഈ കൊച്ചു നിന്റെ തന്നെ ആണോ? ഇവനെ കാണാൻ എന്ത് ഭംഗിയാ, നിന്റെ സൗന്ദര്യമല്ല എന്തായിരുന്നാലും ഇവന് കിട്ടിയേക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചിയോളിന് ഭയങ്കര ദേഷ്യം വരും. അവനാണെങ്കിൽ എഴുന്നേറ്റിട്ട് പറയും, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൻ ഉറപ്പായിട്ടും എൻ്റെ കുഞ്ഞ് തന്നെയാണ്. എൻ്റെ വൈഫിനെയും മോനെയും എന്തിനാ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത്? എനിക്കതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിയോളാണെങ്കിൽ വേഗം തന്നെ അവൻ്റെ വൈഫിനെയും വിളിച്ചിട്ട് അവിടെ നിന്ന് അകത്തോട്ട് കയറി അങ്ങ് പോകും. എന്നിട്ട് അവൻ റൂമിൽ വന്നിട്ട് അവൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയും, നീ എന്നോട് ക്ഷമിക്കണം, എൻ്റെ വീട്ടുകാരൊക്കെ നിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചതിന്. എന്തായിരുന്നാലും ഈ കുഞ്ഞ് നമ്മുടെ തന്നെയാന്ന് നമുക്ക് നല്ലതുപോലെ അറിയാലോ. ഇവൻ്റെ മൂക്ക് കണ്ട് അറിയത്തില്ലേ, എൻ്റെ മൂക്കും ഇവൻ്റെ മൂക്കും ഒരേപോലെ ഇരിക്കുന്നതെന്ന്. ഞാൻ ഉടനെ തന്നെ ഒരു കമ്പനി സ്റ്റാർട്ടാകും. അതാകുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാവരും തരേണ്ട വിലയും തരും. അപ്പോൾ പിന്നെ നിന്നെ ആരും അപമാനിക്കത്തില്ല എന്നൊക്കെ നമ്മുടെ ചിയോൾ ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനുവിൻ്റെ ആ ഗ്രാമത്തിലാണ്. അവിടെയാണെങ്കിൽ അവൻ്റെ അച്ഛനും അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോടും ചേർന്നിട്ടേ നമ്മളുടെ ഹാങ്ങിനെ കൊണ്ടുവന്നിട്ട് അയാളുടെ ഇലക്ഷൻ്റെ ആ ഒരു പ്രചരണം നല്ല കിടിലമായിട്ടൊക്കെ നടത്തിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ ആ ഗ്രാമത്തിൽ വന്നതിന് ശേഷം ആ ഗ്രാമം ഭയങ്കര ഫേമസ് ആയി. അവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു കാറിൽ ആൾക്കാർ വന്നിട്ട് ചോദിക്കും, ഇവിടെയല്ലേ ആ ഫേമസ് ആയിട്ടുള്ള CEO വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചത് എന്ന്. ഇപ്പോഴാണെങ്കിൽ ആ ഗ്രാമത്തിലെ ഓരോ മുക്കിലായിട്ട് ഹാങ് വന്ന് കഴിച്ച ഫുഡിന്റെ സ്പോട്ടാണ്, ഹാങ് വന്ന് ഇരുന്ന സ്ഥലമാണ്. അങ്ങനെ എഴുതി വെച്ചേക്കുക. എന്താന്ന് വെച്ചാൽ ഇപ്പം ആ സ്ഥലം ഭയങ്കര ഫേമസ് ആയല്ലോ. അങ്ങനെ നമ്മളുടെ യൂനുവിൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര ഗെറ്റപ്പിലൊക്കെ അതിലിങ്ങനെ നടക്കുമ്പോൾ എന്തോ അവിടെയായിട്ടൊരു സംഭവം കാണും. നമ്മുടെ ഈ യൂനുവിൻ്റെ അച്ഛനെതിരായിട്ട് മത്സരിച്ച ഒരാളില്ലേ, അയാൾക്കാണെങ്കിൽ ആപ്പിൾ തോട്ടമാണ് ഉള്ളത്. അയാൾ എന്ത് ചെയ്യുമെന്നറിയാവോ, വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ നേരത്ത് അയാൾ അതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ ഹാങ്ങിന് ഒരു ആപ്പിൾ കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ നമ്മുടെ ഹാങ് ആണെങ്കിൽ ആ ആപ്പിൾ കഴിച്ചിട്ട് അവളവിടെ പറയും, നല്ല കിടില ആപ്പിളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന്. ഇത് കേൾക്കുന്നതും എല്ലാ ആൾക്കാരും ഇപ്പം അയാളുടെ ആപ്പിളാണ് പർച്ചേസ് ചെയ്യുന്നത്. അയാളുടെ ആപ്പിളിനാണെങ്കിൽ നല്ല റേറ്റിംഗും ഉണ്ട് ഇപ്പം. ഇത് കാണുന്നത് നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ ഭയങ്കര തകർന്നു പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ കൃഷി ചെയ്യുന്നത് പിയറാണ്. അപ്പം അയാൾ വിചാരിക്കും, എങ്കിലും ഞാനും ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ ഗ്രേസ് ഉണ്ടല്ലോ, അവരാണെങ്കിൽ അവിടുത്തെ CCTV നേരെയാക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ ആ വീട്ടിലായിട്ട് കൊണ്ടുവരുന്നതാണ്. അവിടെ കൊണ്ടുവന്നിട്ട് അവരവിടെയുള്ള CCTV എല്ലാം ഓഫാക്കി വയ്ക്കും. ഇവരുടെ പ്ലാൻ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യോനുവിൻ്റെ റൂമിലായിട്ട് ഒരു ലോക്കറില്ലേ, അതെങ്ങനെയെങ്കിലും തുറന്നിട്ട് അതിനകത്ത് എന്തുവാണെന്ന് അറിയണം. അങ്ങനെ അവരാണെങ്കിൽ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ആ ലോക്കർ കുത്തി തുറന്ന് അതിനകത്ത് എന്തുവാന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. ഇത് കാണുന്ന ഗ്രേസിന് ഭയങ്കര സന്തോഷം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിനെ ഡിവോഴ്സ് ചെയ്യാനുള്ള പേപ്പറെല്ലാം സെറ്റാക്കി വെച്ചേക്കുമല്ലായിരുന്നു. ഇത് കാണുന്നത് നമ്മളുടെ ആ ഗ്രേസ് അങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ഇതിൻ്റെ പേരിൽ നമ്മുടെ യൂനുവിനെ ഇനി നിഷ്പ്രയാസം ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ യൂനു ആണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. അവനാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ കൂടെ ജർമ്മനി മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കും.
നടക്കുക. ഇവര് രണ്ടുപേരും മുമ്പ് ഹണിമൂണിന് വന്നതും ഇതേ സ്ഥലത്ത് തന്നെ ആയിരുന്നില്ലേ. അങ്ങനെ ഇവർ നോക്കുമ്പോഴാണെങ്കിൽ അവിടെ ഈ ലവേഴ്സ് ഒക്കെ ഒരു ലോക്ക് കണക്കത്തെ സംഭവം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരാണെങ്കിൽ രണ്ടുപേരും നോക്കിയിട്ട് പറയും, നമ്മൾ 3 വർഷം മുന്നേ ഇങ്ങനൊരു സംഭവം ചെയ്തില്ലായിരുന്നു, നമ്മുടെ ലോക്ക് ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ അവിടെ എല്ലാം തിരഞ്ഞു നോക്കും. എന്നാൽ രണ്ടുപേർക്കും ആ ലോക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂനുവും ഹാങ്ങും കൂടി ചേർന്നിട്ട് ഇവിടുത്തെ സ്ട്രീറ്റിലൊക്കെ നടക്കുന്നേ അവിടെ ഒരാളാണെങ്കിൽ ലക്കി ലീഫ് എന്നും പറഞ്ഞിട്ട് ഒരില ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഹാങ് വന്നിട്ട് വയ്ക്കും, ഇതെന്തുവാ സംഭവം എന്ന്. അപ്പം അയാൾ പറയും, ഈ ഇല കൈ വയ്ക്കുന്നവർക്കൊക്കെ നല്ല ലക്കി ആയിട്ടുള്ള ദിവസമായിരിക്കും ഉണ്ടാവുക എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാങ്ങിന് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. എങ്കിലും അവളാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് ഒരു ലക്കി ലീഫ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിവിടെ ജർമ്മനി വന്ന് തന്നെ അവളുടെ മെഡിസിനും അതേപോലെ തന്നെ ആരോഗ്യമൊക്കെ നേരെയാക്കാനല്ലേ. അവൾ പറയും, നമുക്ക് നോക്കാം എനിക്ക് ലക്കുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഇല വാങ്ങി നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനുവും അതേപോലെ തന്നെ ഹാങ്ങും കൂടി ചേർന്നിട്ട് ഒരു റെയിൽവേ സ്റ്റേഷന് മുമ്പിലായിട്ട് വന്ന് നിൽക്കുന്നതാണ്. നമ്മുടെ യൂനു ആണെങ്കിൽ ഇങ്ങനെ അവിടെയുള്ള എല്ലാ ആൾക്കാരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ നോക്കിയിട്ട് ഇവനെ നോക്കി ചിരിച്ച് ഇവനെ തന്നെ നോക്കിക്കൊണ്ടു. പെട്ടെന്ന് തന്നെ ഇത് കണ്ടിട്ട് നമ്മുടെ ഹാങ്ങിന് ദേഷ്യം വന്നിട്ട് അവളാണെങ്കിൽ ആ പെണ്ണിനെ നോക്കിയിട്ട് ഇംഗ്ലീഷിൽ പറയും, അതെ ഇവൻ ഓൾറെഡി മാരീഡ് ആണ്, അവൻ്റെ വൈഫാണ് ഞാനെന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നത് നമ്മുടെ യൂനു ഒന്ന് ഷോക്കാകും. അവൻ ചോദിക്കും, നീ എന്തിനാ ഇപ്പം ഇങ്ങനെ പറഞ്ഞത്? അപ്പോൾ അവൾ പറയും, ഇല്ല എന്തിനാ ബാക്കിയുള്ളവരൊക്കെ നിന്നെ ഇങ്ങനെ നോക്കിയിട്ട് പോന്നേ. അപ്പോൾ നമ്മുടെ യൂനു പറയും, ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ എന്ത് നല്ല ആൾക്കാരാ, അവരാണെങ്കിൽ എല്ലാവരെയും നോക്കി ചിരിച്ചിട്ടൊക്കെയാ പോകുന്നത്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, അതെ എല്ലാവരെയും നോക്കി ചിരിച്ചിട്ടൊന്നുമില്ല, എന്നെ നോക്കി അവൾ മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. എന്താന്ന് വെച്ചാൽ നീ സുന്ദരനായതുകൊണ്ടാണ് നിന്നെ ഇപ്പോൾ അവൾ നോക്കിയിട്ട് പോയത്. അല്ലേലും നീ പണ്ടേ ഭയങ്കര ഫേമസ് ആണല്ലോ. നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററിന്റെ മോള് നിനക്ക് ലവ് ലെറ്റർ എഴുതി തന്നിട്ടില്ലേ? ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനു പറയും, ആ നിനക്ക് എങ്ങനെ അവളെ പറ്റി അറിയാം? അവളുടെ പേര് സോയ എന്നാ. അവൾക്കാണെങ്കിൽ കുറച്ച് മുടിയേ ഉണ്ടായിരുന്നുള്ളൂ, അവൾ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ ഹാങ് കഴിക്കും, ഓഹോ അപ്പോൾ നിനക്ക് ഇപ്പോഴും അവളെ ഓർമ്മയുണ്ട്, അപ്പോൾ നിന്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു അവള്. അപ്പോൾ നമ്മുടെ യൂനു പറയും, അവളെൻ്റെ ഫസ്റ്റ് ലവ് ഒന്നും അല്ല, അവളുടെ അടുത്ത് ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടൊന്നുമില്ല, അവൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവൾ എൻ്റെ ഫസ്റ്റ് ലവ് ഒന്നും അല്ല. അപ്പോൾ നമ്മുടെ ഹാങ് പറയും, അതിന് ഫസ്റ്റ് ലവ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആരാ പറഞ്ഞത്? നമുക്ക് ഒരാളെ കണ്ട് ഇംപ്രസ് ആയിട്ട് ദൂരെ നിന്ന് നോക്കി കണ്ടാലും മതി, നമ്മൾ പോലും അറിയാണ്ട് അയാളെ ഫോളോ ചെയ്ത് പോയാലും അതിനെയൊക്കെ ഫസ്റ്റ് ലവ് എന്ന് തന്നെ പറയുന്നത്. ഇത് കേൾക്കുന്നതിന് നമ്മുടെ യൂനു ചോദിക്കും, ആഹാ നിനക്കപ്പോൾ ഇതൊക്കെ എങ്ങനെ അറിയാം? സത്യം പറഞ്ഞോ, അപ്പം നിനക്ക് വേറെ ഏതോ ഒരാളിനെ ഇഷ്ടമായിരുന്നു, നീ എൻ്റെ അടുത്ത് എന്താ ഇതുവരെ അതിനെപ്പറ്റി പറയാഞ്ഞ്? അപ്പം നമ്മുടെ ഹാങ് പറയും, അത് പറയേണ്ടതായിട്ടൊന്നുമില്ല, നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെ പോകെ പോകെ നമ്മൾ പലരെയും കാണത്തില്ലേ, നമ്മൾ ചിലപ്പോൾ നമ്മൾ പോലും അറിയാണ്ട് ആരെങ്കിലൊക്കെ ഇഷ്ടപ്പെട്ടു, അതത്രയേ ഉള്ളൂ, അതത്ര നിസ്സാരമാണ് എന്നും പറഞ്ഞിട്ട് ഇവൾ ആ ടോപ്പിക്ക് അങ്ങ് ചേഞ്ച് ആക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനുവിനാണെങ്കിൽ എങ്ങനെയെങ്കിലും അറിയണമെന്നുണ്ട് അവളുടെ ഫസ്റ്റ് ലവ് ആരായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിനെയും കൊണ്ടിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വരുന്നതാണ്. അവിടെ നമ്മുടെ യൂനു പറയും, നീ എന്തായിരുന്നാലും WBCയുടെ കൗണ്ട് ഇൻക്രീസ് ആക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യും, ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മുടെ അങ്ങാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാനായിട്ട് ഇരുങ്ങുന്നേ. തൊട്ട് പുറവേ തന്നെ അവളുടെ മുമ്പിലായിട്ടൊരു കൊച്ചു വെച്ച് ഓടുന്നത് പോലെ തോന്നും. അവളാണെങ്കിൽ ഈ ചെറുക്കനെ കാണുന്നതും ആ ചെറുക്കനെ ഫോളോ ചെയ്ത് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് പകരം വേറെ ഡയറക്ഷനിലോട്ട് ഓടാനായിട്ട് തുടങ്ങും. നമ്മുടെ ഹാങ്ങിന് മനസ്സിലാവത്തില്ല ഇതാരാ എന്ന്. എങ്കിലും അവളാണെങ്കിൽ ഈ ചെറുക്കനെ ഫോളോ ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിന് പുറത്തോട്ട് പോകും. കുറച്ച് നേരം കഴിയുന്നേ നമ്മുടെ യൂനുവിൻ്റെ അടുത്തായിട്ട് നേഴ്സ് വന്നിട്ട് പറയും, അതെ ഹാങ് ഇതുവരെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നിട്ടില്ല, അവളെ കാണാനും ഇല്ല, അവളെ കാണാത്തതുകൊണ്ട് ഞാൻ CCTV ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി അവൾ ഈ ഹോസ്പിറ്റലിന് പുറത്തോട്ട് ഓടിപ്പോയി എന്ന്, നിങ്ങൾ അവളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വാ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനു ഭയങ്കര ടെൻഷനാവും. അവൻ വേഗം തന്നെ നമ്മുടെ ഹാങ്ങിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഓടും. അവനും മനസ്സിലാവാതില്ല ഹാങ്ങിനിപ്പോൾ എന്താ സംഭവിച്ചത്, അവളിപ്പോൾ എവിടെയാ പോയേക്കുന്നതെന്ന്. അങ്ങനെ നമ്മുടെ യൂനു ആണെങ്കിൽ പുറത്തൊക്കെ വന്ന് ഇങ്ങനെ നോക്കുന്നേ, പെട്ടെന്ന് തന്നെ അവിടെ ഒരു ആൾക്കൂട്ടം കാണും. യൂനു ഭയങ്കരമായിട്ടും പേടിച്ചു. അതും ഇതേണക്ക് ഹോസ്പിറ്റലിൽ ഡ്രസ്സ് ഇട്ടൊരു പെണ്ണിങ്ങനെ കിടക്കുമായിരുന്നു. അവൻ വേഗം തന്നെ വന്ന് ആൾക്കാരെയൊക്കെ മാറ്റി നോക്കുമ്പോൾ എന്തുവാ അത് ഹാങ് അല്ല, പകരം വേറെ ഏതോ പെണ്ണാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനുവിൻ്റെ പുറകിൽ നിന്ന് ഹാങ് വന്നിട്ട് പിടിക്കും. ഹാങ്ങിനെ നമ്മുടെ യൂനു അങ്ങ് കെട്ടിപ്പിടിക്കും. എന്നിട്ട് ചോദിക്കും, നീ എവിടെ പോയേക്കുമായിരുന്നു, ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചു എന്ന് അറിയാവോ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഹാങ്ങിൽ ഇപ്പോൾ മുതൽ ഭയങ്കരമായിട്ട് ഹാലുസിനേഷനൊക്കെ വരുന്നുണ്ട്. അവൾ ഫോളോ ചെയ്ത് പോയ ചെറുക്കൻ വേറെ ആരുമല്ല, അവളുടെ മരിച്ചുപോയ ചേട്ടൻ തന്നെയായിരുന്നു. പിന്നീട് നമുക്ക് കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അതായത് പണ്ടാണെങ്കിൽ നമ്മുടെ ഹാങ്ങിന്റെ ഫാമിലി ഉണ്ടല്ലോ, അവരാണെങ്കിൽ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐലൻഡിലായിട്ട് വരും. അവിടെ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഒരു ബോട്ടിലായിട്ട് ഇരുന്ന് കളിക്കുമായിരുന്നു. എന്ത് പറ്റിയിട്ടാണെന്നറിയത്തില്ല, പെട്ടെന്ന് തന്നെ ആ ബോട്ട് തകർന്നിട്ട് നമ്മുടെ ഹാങ് ആണെങ്കിൽ അങ്ങ് വെള്ളത്തിൽ മുങ്ങിപ്പോവും. അവൾ മരിക്കുന്ന ആ ഒരു സ്റ്റേജ് എത്തുന്നതിന് പെട്ടെന്ന് തന്നെ അവളെ രക്ഷിക്കാൻ വരുന്ന അവളുടെ ബ്രദറായിട്ടുള്ള സിയോങ് തന്നെ. അവൻ വന്നിട്ട് നമ്മളുടെ ഹാങ്ങിനെ രക്ഷിച്ച് മുകളിലായിട്ട് കൊണ്ടുവരും. നമ്മുടെ ഹാങ്ങിന് ബോധം വന്ന് കണ്ണുറന്ന് നോക്കുമ്പോൾ എന്തുവാ അവളുടെ ആയിട്ട് അവളുടെ ബ്രദർ മരിച്ചു കിടക്കുവാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മ ഹാങ്ങിനെ വെറുക്കാനായിട്ട് തുടങ്ങിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ
ഗിൽറ്റും അതേപോലെ തന്നെ നമ്മുടെ ഹാങ്ങും വിശ്വസിക്കുന്നത് അവളുടെ ബ്രദർ മരിക്കാനുള്ള മെയിൻ റീസൺ അവളാണ് എന്ന ആ ഒരു ട്രോമ ഇപ്പോഴും നമ്മളുടെ ഹാങ്ങിൻ്റെ മൈൻഡിലായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അവൾ പ്രസൻറ്റ് ടൈമിൽ നമ്മുടെ യൂനുവിൻ്റെ അടുത്ത് പറയും, ഞാൻ കാരണമാണ് എൻ്റെ ചേട്ടൻ മരിച്ചു പോയത്, ചേട്ടൻ്റെ ജീവനാ എനിക്ക് തന്നത് എന്ന്. ഉടനെ തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിനെ പറഞ്ഞ് മനസ്സിലാക്കും, നീ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല, നടക്കേണ്ടത് എന്തായിരുന്നാലും നടക്കും. നീ ഇപ്പം അതാലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് എന്തെങ്കിലും ഫലമുണ്ടോ? നിന്റെ ചേട്ടൻ മരിച്ചതും നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അതിൻ്റെ പേരിൽ നീ ഗിൽറ്റിയായിട്ട് ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ യൂനു അവളെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂനു ആണെങ്കിൽ ആ SD കാർഡ് റിക്കവർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കൊടുത്തിട്ടില്ലായിരുന്നോ, ആ ഷോപ്പുകാരനെ വിളിക്കുന്നതാണ്. എങ്കിൽ അവന് ഫോൺ കണക്ട് ആവത്തില്ല. ആ ഷോപ്പുകാരനാണെങ്കിൽ ഇപ്പോൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്നേ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ കാണാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മുടെ യൂൻസങ് വന്നായിരുന്നല്ലോ. അവനാണെങ്കിൽ ആ SD കാർഡും എടുത്തിട്ട് പോയി. എന്നിട്ട് അവനാണെങ്കിൽ ഇയാൾക്ക് കുറേ പണവും കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി സെറ്റിലാവുക എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനു ഇതൊന്നും അറിയുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂൻസങ് ആണെങ്കിൽ ചെയർമാനെ ഇമ്പ്രസ് ആക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഒരു വലിയ പെയിൻറ്റിങ് എന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. ഇത് കാണുന്നത് നമ്മുടെ ചെയർമാന് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹാങ്ങിൻ്റെ അച്ഛൻ വന്നിട്ട് ചെയർമാൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ്. എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫിനാൻഷ്യൽ ടീമിലുള്ള ഹെഡായിട്ടുള്ള ഒരാൾ ഇല്ലീഗലായിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസൊക്കെ വന്നിരിക്കുകയാണ്. പോരാത്തനി ഇക്കാര്യമെല്ലാം ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കുറേ കമ്പനികളില്ലേ, അവരെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഇതങ്ങാണ് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞു പോകും എന്നൊക്കെ നമ്മുടെ ഹാങ്ങിൻ്റെ അച്ഛൻ പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഈ ചെയർമാൻ പറയാൻ തുടങ്ങും, എന്നാലും ഇക്കാര്യം എങ്ങനെ പുറത്ത് ലീക്കായത്, എനിക്കതാണ് മനസ്സിലാവാതെ. അതിൻ്റെ അർത്ഥം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ നമ്മളുടെ ചാരനായിട്ട് ഈ വീട്ടിൽ തന്നെ ഉണ്ട്, നമ്മളത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ നമ്മുടെ ചെയർമാൻ ഇങ്ങനെ ഇരുന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ ചെയർമാൻ ആണെങ്കിൽ അയാളുടെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഇരുന്ന് ഗെയിം കളിക്കുന്നതാണ്. അവരാണെങ്കിൽ ഗെയിം കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആക്സിഡൻ്റലി ഒരു സംഭവം എടുത്ത് താഴെ ഇട്ടിട്ട് അവരത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് അവിടെ ആ ചെയർമാൻ്റെ അടുത്ത് പറയും, നോക്കിയാണെങ്കിൽ നമ്മളുടെ ടേബിളിൻ്റെ അടിയിലായിട്ട് എന്തോ ഒരു മൈക്ക് പോലത്തെ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന്. ഇത് കാണുന്നത് നമ്മുടെ ചെയർമാൻ ഭയങ്കര ഷോക്കായി പോകും. അയാൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ടെക്നിക്കൽ ടീമിനെയൊക്കെ വിളിച്ചിട്ട് അവിടെയുള്ള വീട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറയും, മര്യാദയ്ക്ക് ഇതാരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം എന്ന്. അങ്ങനെ ടെക്നിക്കൽ ടീം വന്നിട്ട് അതെല്ലാം സെർച്ച് ചെയ്ത് നോക്കും. അവസാനം സെർച്ച് ചെയ്ത് എത്തിപ്പെടുന്നത് നമ്മളുടെ യൂനുവിൻ്റെ റൂമിൽ തന്നെ. അവൻ്റെ റൂമിൽ നിന്ന് ആ ട്രാൻസ്മിറ്ററിൻ്റെ എല്ലാ സംഭവങ്ങളും കിട്ടും. ഇത് കാണുന്ന എല്ലാവരും ഭയങ്കര ഷോക്കാകും. അവർ പറയും, എങ്കിലേ യൂനു ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, അവൻ നമ്മളുടെ ഫാമിലീനെ ചതിക്കുമായിരുന്നോ എന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ യൂൻസങ്ങിന് ഭയങ്കര സന്തോഷമാവും. അവനാണെങ്കിൽ ഇതെല്ലാം അവിടെ ഒരു ക്യാമറ സെറ്റാക്കി വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ക്യാമറ എവിടെ വെച്ചേക്കുന്നതെന്ന് അറിയാവോ? നമ്മുടെ യൂൻസങ് ആണെങ്കിൽ ഇപ്പോൾ ഈ ചെയർമാന് ഒരു വലിയ പെയിൻറ്റിങ് കൊടുത്തില്ലേ, അങ്ങേരെ കണ്ണിനകത്തായിട്ട് തന്നെയാണ് ഇവൻ ക്യാമറ സെറ്റാക്കി വെച്ചേക്കുന്നത്. ഈ യൂൻസങ്ങും അതേപോലെ തന്നെ ഗ്രേസും കൂടി ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചേക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ചിട്ട് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.